നമസ്കാരം. നീലിന്റെ ആ ഇടിയുടെ ഫലമായിട്ട് ആ സ്പോർട്സ് കാർ വലതു ഭാഗത്തുള്ള മലകളിൽ ഇടിച്ച് പെട്ടെന്നാണ് തീപിടിച്ചത്. ആ വാഹനം തീപിടിക്കുന്നതിന് തൊട്ടു മുന്നേ ആ വാഹനത്തിന്റെ ഡ്രൈവർ പുറത്തേക്ക് ജമ്പ് ചെയ്തു. യാനിമ ശരിക്കും ഞെട്ടലോടുകൂടി ആ കാഴ്ച കണ്ടത്. നീലിന്റെ വാഹനം നിൽക്കുമ്പോൾ കുറെ മുന്നേ പോയ ആ ചുവന്ന നിറത്തിലുള്ള സ്പോർട്സ് കാറും ശബ്ദം കേട്ടു നിന്നു. ആ വാഹനത്തിലെ ഡ്രൈവർക്ക് വ്യക്തമായും അയാളുടെ മിററിലൂടെ ആ കാഴ്ച കാണാം. പുറകിൽ മലയിൽ ഒരു കാറ് ഇടിച്ച് തകരുന്നതിന്റെ വിഷ്വലാണ് അയാൾ കാണുന്നത്. ആ വാഹനത്തിന് കുറച്ച് പുറകിലായിട്ടാണ് നീലിന്റെ വാഹനം നിന്നത്. വാഹനം നിർത്തി നീലും യാനിമയും പുറത്തിറങ്ങി. ഈ സമയത്ത് ആ വെളുത്ത സ്പോർട്സ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞിരുന്ന ആ യുവാവ് റോഡിലേക്ക് വീണ് ഉരുണ്ടു മറിഞ്ഞ് ചാടി എണീറ്റ് കഴിഞ്ഞു. അയാളൊരു അടിപൊളി മാർഷൽ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ആ കാർ തെറിക്കുന്ന സമയത്ത് കാറിന്റെ ഡോറ് തുറക്കാനും പുറത്തേക്ക് ജമ്പ് ചെയ്യാനും പറ്റിയത്. അയാൾ അതിവേഗം ബെൽറ്റ് ഊരി പുറത്തേക്ക് ചാടുകയായിരുന്നു. ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ അയാൾ അവസാനിച്ചനെ. അത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെതായ ഒരു വിറയൽ അയാളുടെ ബോഡിയിലുണ്ട്. അയാൾ ഏതാനും നിമിഷം ആ പൊട്ടിത്തെറിക്കുന്ന ആ കാറിലേക്ക് നോക്കി നിന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ ഇടിച്ചു തെറിപ്പിച്ച ആ ബെന്റ്ലി കാർ കണ്ടു. ആ ബെന്റ്ലി കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയും ആ ലേഡിയും അയാൾ കണ്ടു. അയാൾക്ക് വല്ലാത്തൊരു അതിശയം ഫീൽ ചെയ്യാണ്. ആ കാറിനെ ആ കൊക്കയിലേക്ക് അയാൾ ഇടിച്ച് തെറിപ്പിച്ചതാണ്. ഇതുപോലുള്ള യാത്രകളിൽ പലപ്പോഴും അത്തരത്തിലുള്ള വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ട്. തികച്ച നിരപരാധികളായ ആളുകളെ അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇടിച്ച് കൊക്കയിലേക്ക് തെറിപ്പിക്കുന്നതിന്റെ ഒരു സുഖം അത് അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഈ മലയിടിക്കൽ കൂടിയുള്ള റോഡ് ആയതുകൊണ്ട് ധാരാളം കൊക്കയുണ്ട്. ക്യാപിറ്റലിൽ നിന്ന് വരുന്ന അയാൾക്ക് ഈ കൊക്ക കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. ഏതെങ്കിലുമൊക്കെ വാഹനത്തെ അങ്ങനെ ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം ആ ബെന്റ്ലി ഇടിച്ചു തെറിപ്പിച്ചപ്പോഴും ലഭിച്ചിരുന്നു. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി അയാൾ ഇടിച്ചു തെറിപ്പിച്ച ബെന്റ്ലി ഇത് അയാളെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ നിൽക്കുകയാണ്. ആ ബെന്റ്ലിയുടെ ഇടിയേറ്റാണ് അയാളുടെ കാറ് തകർന്നിരിക്കുന്നത്. ദേഷ്യം കൊണ്ട് ചുവന്ന ആ മനുഷ്യൻ ഒരു ശബ്ദത്തോടെ മുന്നോട്ട് കുതിക്കുകയാണ്. ഏയ്, നീ ആരെയാണ് തൊട്ടെന്നറിയാവോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് അവൻ കുതിച്ചു വരുമ്പോ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് നീല്. അവൻ ശരിക്കും കുതിച്ചു പാഞ്ഞ് നീലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് നീലിനോട് ഒന്നും സംസാരിക്കാതെ യാനിമയ്ക്ക് തിരിഞ്ഞു. അവനറിയാം യാനിമയാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന്. യാനിമ വാഹനം ഓടിക്കുന്ന സമയത്ത് അവൻ യാനിമയ്ക്ക് നേരെ വിരലുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചതിന് ശേഷമാണ് അവളുടെ വാഹനത്തെ അവന്റെ വാഹനം കൊണ്ട് ഇടിച്ചത്. ആ സ്ത്രീ സ്വാഭാവികമായിട്ടും ആ വാഹനത്തോടൊപ്പം കൊക്കയിലേക്ക് വീഴേണ്ടതാണ്. അത് സംഭവിച്ചതുമില്ല. അവന്റെ കാറ് തകരുകയും ചെയ്തിരിക്കുന്നു. ആ മുഴുവൻ ദേഷ്യവും അവൻ യാനിമയുടെ മുകളിൽ കാണിക്കുകയാണ്. നീ ആരോടാണ് കളിച്ചെന്നറിയാവോ എന്ന് അവനെ യാനിമയോട് ചോദിക്കുമ്പോൾ യാനിമ ശരിക്കും ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. കാരണം യാനിമ ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിരുന്നു. അത് ക്യാപിറ്റൽ രജിസ്ട്രേഷനുള്ള നമ്പറാണ്. അത് മാത്രമല്ല, ക്യാപിറ്റൽ രജിസ്ട്രേഷനിലെ ആ നമ്പർ യാനിമയ്ക്ക് അറിയാവുന്ന നമ്പറാണ്. ക്യാപിറ്റൽ പ്രമുഖ കുടുംബങ്ങളൊക്കെ അവർക്ക് വേണ്ടി മാത്രം അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പറിലായിരിക്കും വാഹനങ്ങൾ എടുക്കുക. ആ വാഹനം ലീ കുടുംബത്തിൻ്റെതാണെന്ന് അങ്ങനെയാണ് യാനിമ മനസ്സിലാക്കിയത്. യാനിമ ആ ആളോട് പറഞ്ഞു, യങ് മാസ്റ്റർ ലീ, ദയവായി ക്ഷമിക്കണം. അങ്ങനെ യാനിമ പറഞ്ഞതും ആ യങ് മാസ്റ്റർ ലീക്ക് കുറച്ചുകൂടി ദേഷ്യം വരികയാണ്. അയാൾ യാനിമയോട് പറഞ്ഞു, ക്ഷമിക്കാനോ? എന്റെ കാർ തകർത്തിട്ട് ക്ഷമിക്കാനോ? ഞാൻ കാറിന്ന് പുറത്തേക്ക് ചാടിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നറിയാവോ? നീ അതിന് മറുപടി തന്നേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് അയാള് കൈ ഉയർത്തൊരു അറ്റിയാടി. ഇത്രയും സമയം അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചിരിക്കായിരുന്ന നീല് അവന്റെ കയ്യിൽ പെട്ടെന്നങ്ങ് പിടിച്ചു. യാനിമയുടെ മുഖത്ത് അവന്റെ കൈ പതിയുന്നതിന് മുമ്പ് നീല് അവന്റെ റിസ്റ്റിലിങ്ങ് പിടിച്ചതാണ്. ശരിക്കും നീലിനെ അവൻ ഇതുവരെയും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് സത്യം. പെട്ടെന്ന് തന്റെ കയ്യിൽ ആ ചെറുപ്പക്കാരൻ കയറി പിടിച്ചപ്പോ അവന് അതുകൊണ്ട് ആദ്യം ഒരു അതിശയം ഫീൽ ചെയ്തത്. എന്നെ കൈ കയറി പിടിക്കുന്നോ എന്ന് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ അവൻ ഒരു കാര്യം വ്യക്തമായി പെട്ടെന്ന് ബോധ്യപ്പെടുകയാണ്. അവന്റെ വലത് കൈയിൽ റിസ്റ്റ് പൊട്ടുകയാണ്. അവന്റെ വലത് കൈയിലെ റിസ്റ്റിൽ പിടിച്ച നീല് ആ കൈ അവിടെ വെച്ചങ്ങ് ഞെരുക്കിയെന്ന് മാത്രമല്ല, നീല് ആ കൈ ഒന്ന് പിടിച്ച് ഓടിക്കുകയും ചെയ്തു. അവന്റെ ഈ കൈമുട്ട് വെച്ച് ആ കൈ പെട്ടെന്ന് ഓടിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ആ കൈയങ്ങ് നീലങ്ങ് ഓടിച്ചതും വല്ലാത്തൊരു ദേഷ്യം ആ യങ് മാസ്റ്റർ ലീക്ക് ഉണ്ടാവുകയാണ്. അവന് ഇടത് കൈ ചൂണ്ടി നീലിനോട് പറഞ്ഞു, നീ എന്താ കാണിച്ചെന്നറിയാവോ? ഞാൻ ആരെന്നറിയാവോ എന്ന് അവന്റെ ചോദ്യം അവന്റെ വായിന്ന് ഉതിർന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷത്തിൽ നീലിന്റെ വലത് കാല് ഒന്ന് ഉയർന്ന് താണു. ആ കാല് താഴുമ്പോൾ
നമ്മൾ കാണുന്നത് ദൂരേക്ക് തെറിച്ചു വീഴുന്ന യങ് മാസ്റ്റർ ലീയാണ്. നീലിന്റെ ഒരൊറ്റ ചവിട്ടിൽ അവൻ അങ്ങ് പറക്കുകയായിരുന്നു. ശരിക്കും അവൻ പറന്നത് നീലിന്റെ വാഹനം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നേരത്തെ കണ്ട ആ ചുവന്ന സ്പോർട്സ് കാർ നിൽക്കുന്ന ആ ഭാഗത്തേക്കാണ്. ഈ സമയത്താണ് ആ ചുവന്ന കാറിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി അതിവേഗം അവിടേക്ക് ഓടി വരുന്നത്. ആ ചുവന്ന സ്പോർട്സ് കാറും ആ വെളുത്ത സ്പോർട്സ് കാറും തമ്മിൽ മത്സരിച്ച് ഓടുമ്പോഴാണല്ലോ ഈ രംഗമെല്ലാം ഉണ്ടായത്. ആ ചെറുപ്പക്കാരൻ അവിടേക്ക് ഓടി വരുമ്പോൾ യങ് മാസ്റ്റർ ലീ തെറിച്ച് വീണ് കഴിഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ഓടി വന്ന ആ ചെറുപ്പക്കാരൻ അമ്പരപ്പോടെ കത്തുന്ന കാറിലേക്കും തെറിച്ചു വീണ യങ് മാസ്റ്റർ ലീയിലേക്ക് നോക്കുമ്പോൾ ലീ ഒരു പരുവത്തിൽ അവന്റെ ഇടത് കൈകുത്തി എണീക്കുകയാണ്. അവന്റെ വലത് കൈ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുകയാണ്. അവന്റെ നെഞ്ചിൽ ശരിക്കും ശക്തമായി ചവിട്ടേറ്റിട്ടുണ്ട്. നീല കുറച്ചുകൂടി ബലം കൊടുത്തിരുന്നെങ്കിൽ ആ ഒറ്റ കിക്കിൽ ആ ചെറുപ്പക്കാരൻ അവസാനിച്ചേ. അവൻ അങ്ങനെ എളുപ്പം തീരണ്ട എന്നുള്ള ഒരു ഉദ്ദേശം നീൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് നീല് അത്ര ബലം കൊടുക്കാതെ അവനെ കിക്ക് ചെയ്തത്. ഫുട്ബോളിൽ നമ്മൾ ബലം കൊടുത്തും ബലം കൊടുക്കാതെ കിക്ക് ചെയ്യുമല്ലോ, ആ ശൈലിയിലുള്ള ഒരു കിക്ക്. ആ ചെറുപ്പക്കാരൻ ഇടത് കൈകൂത്തി എണീക്കുമ്പോഴേക്കും മറ്റു ചെറുപ്പക്കാരൻ അവന്റെ അടുത്തെത്തി. ലീ, എന്താ ഇത്? യങ് മാസ്റ്റർ ഷോങ്. എന്നെ അവൻ യങ് മാസ്റ്റർ ഷോങ് എന്ന് വിളിക്കപ്പെട്ട വ്യക്തി ആ ലീയെ ഒരു പരുവത്തിൽ എണീറ്റ് നിർത്തിയിട്ട് നീലിന് നേരെ തിരിഞ്ഞു. നീ ആരാ എന്താ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നീ ആരെയാണ് കൈവച്ചെന്ന് അറിയാവോ? അങ്ങനെ ആ യങ് മാസ്റ്റർ ഷെങ് ചോദിക്കുമ്പോഴേക്കും നീല് ഒന്ന് അനങ്ങി. അടുത്ത നിമിഷത്തിൽ നീല് ആ യങ് മാസ്റ്റർ ലീയുടെ അടുത്ത് എത്തുകയും ചെയ്തു. അവനെ തൊട്ടടുത്ത് യങ് മാസ്റ്റർ ഷെങ് നിൽക്കുകയാണ്. ആ ഷെങ് പെട്ടെന്ന് നീൽ അടുത്തേക്ക് വന്നപ്പോൾ ഒന്ന് ഞെട്ടി. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവന് ഞെട്ടൽ ഒന്നുകൂടി അങ്ങ് വലുതായി എന്ന് പറയാം. നീല് ഇടത് കൈകൊണ്ട് ആ യങ് മാസ്റ്റർ ലീയുടെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ പൊക്കുകയാണ്. നീല് പെട്ടെന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ പൊക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന ഷെങ്ങിന് വല്ലാത്തൊരു അതിശയം. നീ എന്തായി കാണിക്കുന്നത്? നീ ആരുടെ പുറത്താണ് തൊട്ടിരിക്കുന്നത്? ഞാൻ ആരെന്നറിയാവോ? ഞാൻ ഷെങ് റെഞ്ചുവിന്റെ മകനാണ്. ഷെങ് റെഞ്ചുവിനെ ഈ ഹക്സിൽ എല്ലാവരും അറിയും. മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണല്ലോ ഷെങ് റെഞ്ചു. ഷെങ് റെഞ്ചു അതിശക്തനായ മാർഷൽ ആർട്ടിസ്റ്റുമാണ്. അയാള് ഹക്സിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ റാങ്കിംഗ് ലിസ്റ്റിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ്. അയാളെക്കാൾ 2 റാങ്ക് പുറകിലാണ് ജിയാങ് കുടുംബത്തിന്റെ ജിയാങ് ജെൻഫങ്. ജിയാങ് ജെൻഫങ്ങിന്റെ റാങ്ക് 9ആണ്. 7ാം റാങ്കുകാരനായ ഷെങ് റെഞ്ചുവിനെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമാണ്. അയാളുടെ മകനാണ് യങ് മാസ്റ്റർ ഷെങ്. ഷെങ് ലിയാൻ എന്നാണ് അയാളുടെ പേര്. ലിയാൻ ആ ഡയലോഗ് പറയുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ധാർഷ്ട്യമുണ്ട്. നമ്മുടെ ഈ യങ് മാസ്റ്റർ ലീയെ ഇടത് കൈകൊണ്ട് ഉയർത്തിയ നീല് ആ പേര് കേട്ടു, ഷെങ് റെഞ്ചു. അത് കേട്ടപ്പോ നീലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് ശരി, നീ ഷെങ് റെഞ്ചുവിന്റെ മോനാണല്ലേ? അങ്ങനെ പറഞ്ഞ നീല് ആ ലീയെ ഒരൊറ്റ എറി. താഴേക്ക് ലീ എറിഞ്ഞിട്ട് നീല് കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട്. ലീ ഒരു ശബ്ദത്തോടെ തറയിലേക്ക് വീഴുമ്പോ ഷെങ്ങിന്റെ ശ്രദ്ധ പൂർണ്ണമായി തറയിലേക്ക് വീണ ലീയിലേക്ക് മടങ്ങിയ ആ നിമിഷത്തിലാണ് നീലിന്റെ വലത് കാല് ഒന്ന് കറങ്ങിയത്. ആ കറക്കം ശരിക്കൊരു കിക്കായിരുന്നു. ആ കിക്ക് കൃത്യമായിട്ടും ഷെങ്ങിന്റെ വയറ് തന്നെ പതിച്ചു. ചവിട്ടേറ്റ് ഷെങ് തെറിച്ച് യങ് മാസ്റ്റർ ലീഡ് തൊട്ടടുത്തൊന്ന് വീണു. അവർ രണ്ടുപേരും ഒരേ സമയത്ത് തറയിലേക്ക് വീണു എന്ന് പറയാം. ശരിക്കും ഇതിനിടയിൽ നീലിന്റെ കാല് തൊട്ട ആ നിമിഷം മുതൽ ആകാശത്തേക്ക് പറക്കായിരുന്ന ഷെങ്ങിന്റെ മനസ്സിൽ ഒരു ചോദ്യം കടന്നു വരികയാണ്. അവൻ അവന്റെ പിതാവിന്റെ പേര് പറഞ്ഞിട്ടും ഇവനെന്തിനാ എന്നെ അടിച്ചത്? ഷെങ് റെഞ്ചു എന്ന പേര് കേട്ടാൽ ഈ ഹക്സിയിൽ എല്ലാവരും ഒന്ന് വിറയ്ക്കും. അത്ര ശക്തനാണ് ഷെങ് റെഞ്ചു. അയാളുടെ കീഴിലാണ് ഈ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ അതിശക്തരായ ഫൈറ്റേഴ്സും ഉള്ളത്. ഒരു വൻ സേനയാണ് ആ മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. മാർഷൽ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഹക്സിയിലെ മുഴുവൻ മാർഷൽ ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഹക്സിയിലെ മുഴുവൻ സേനയും ഏതാണ്ട് ഷെങ് റെഞ്ചുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയാം. യഥാർത്ഥ സേനയിൽ നിന്ന് മാറിയുള്ള ഒരു സേന നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകൾ വിവിധ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ആളുകളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഷെങ് റെഞ്ചുവുമായി കണക്റ്റഡ് ആണെന്ന് അർത്ഥം. അത്രയും ഔദ്യോഗിക അധികാരങ്ങളുള്ള ശക്തനായ ആ ഷെങ് റെഞ്ചുവിന്റെ മകനാണ് താനെന്ന് പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ തന്നെ കിക്ക് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? ആ ചോദ്യം യങ് മാസ്റ്റർ ഷെങ്ങിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും അവൻ തറയെ വീണ് കഴിഞ്ഞു. അവൻ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും മുമ്പ് അതിന് തൊട്ടു മുമ്പിൽ സാക്ഷാൽ നീല് എത്തിക്കഴിഞ്ഞു. നീല് അവരെ രണ്ടുപേരെയും 2 കൈകൾ കൊണ്ട് പിടിച്ച് പൊക്കി. നിന്റെ പിതാവ് ഷെങ് റെഞ്ചുവും ഞാനും തമ്മിൽ ചില വിഷയങ്ങളുണ്ട്. അയാളെ
ഞാൻ എന്തായാലും നോക്കി വെച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കയ്യാൽ നിന്റെ പിതാവിന്റെ അന്ത്യം ഉറപ്പാണ്. അതിനു മുമ്പ് നിന്റെ പിതാവിന് ഒരു സമ്മാനം എന്ന നിലയിൽ നിന്റെ ഡെഡ് ബോഡി ഞാൻ കൊടുത്തയക്കാം. വളരെ കൂളായിട്ടാണ് നീല് ആ ഡയലോഗ് പറഞ്ഞത്. നീല് ആ ഡയലോഗ് പറയുമ്പോൾ ശരിക്കും ഷെങ് റെഞ്ചുവിന്റെ അടുത്ത് നിൽക്കുന്ന ആ ലീ നന്നായി വിറയ്ക്കുന്നുണ്ട്. അവൻ എന്തോ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ചെയ്യുമെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവുകയാണ്. അവൻ ഈ ക്യാപിറ്റൽ സിറ്റിയിലെ ശക്തരായ കുടുംബങ്ങളിൽ ഒന്നായ ലീ കുടുംബത്തിലെ ഏറ്റവും ഇളയ ചെറുപ്പക്കാരനാണ്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള അവരുടെ മകനാണെന്ന് പറയാം. യങ് മാസ്റ്റർ ലീ, അതുപോലെ യങ് മാസ്റ്റർ ഷെങ്, ഇവർ രണ്ടുപേരും അടങ്ങുന്ന ഗ്യാങ് ക്യാപിറ്റലിൽ ഒരു പ്രമുഖ ഗ്യാങ് ആണ്. എല്ലാ മോശം പ്രവർത്തനങ്ങൾക്കും ഒന്നിച്ച് കൂടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ തിരുത്തി വിളിക്കാം. സകല തരികിട പരിപാടികളും അവർക്കുണ്ട്. ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ള ഫിലോസഫി കൊണ്ടു നടക്കുന്ന കുറെ ചെറുപ്പക്കാര് ക്യാപിറ്റലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ശരിക്കും ഈ ഷെങ്ങും അതുപോലെ ലീയും ഒക്കെ. അവര് പല സമയത്തും എതിരാളികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഷെങ്ങിന്റെ പിതാവിന്റെ പേര് പറഞ്ഞിട്ടാണ്. ഇവിടെ ഇപ്പോ ഷെങ്ങിന്റെ പിതാവിന്റെ പേര് പറഞ്ഞപ്പോ അവരെ ആ ചെറുപ്പക്കാരൻ കൊല്ലാൻ പോവുകയാണ്. അവർക്ക് അതാണ് മനസ്സിലാക്കാത്തത്. ഷെങ്ങിനും അതുപോലെ ലീക്കും ഒരേപോലെ ഞെട്ടലുണ്ടായിരിക്കുകയാണ്. അവർ രണ്ടുപേരും വലത് ഉറച്ചു തുടങ്ങി. നീല് രണ്ടുപേരെയും എടുത്തുയർത്തിയതിനു ശേഷം താഴെ നിർത്തിയിട്ട് ഒരാളെ ഇടത് കൈകൊണ്ടും മറ്റയാളെ വലത് കൈകൊണ്ടും പറ അടി തുടങ്ങി. ടക് ടക് എന്ന ശബ്ദം മാത്രം അവിടെ പ്രതിധ്വനിക്കുകയാണ്. ഈ സംഭവവികാസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന യാനിമ ഓടി നീലിന്റെ അടുത്തെത്തി. പ്ലീസ് മിസ്റ്റർ ഗ്രീ, പ്ലീസ് പ്ലീസ്, ദയവായി അവരെ ഉപദ്രവിക്കരുത്. അതിന് മറുപടി പറയാതെ നീല് രണ്ടുപേരുടെ കവിളിൽ മാറി മാറി അടിക്കുകയാണ്. അടിയേറ്റ് രണ്ടെണ്ണത്തിന്റെ കവിളിൽ കൂടി രക്തം ഇങ്ങനെ ധാരധാരായി ഒലിച്ചു തുടങ്ങിയാണ്. ശരിക്കും ഒരു പുഴ പോലെ രക്തം ഒലിച്ചു തുടങ്ങി എന്ന് പറയാം. നീല വളരെ ശ്രദ്ധിച്ച് അടിക്കുന്നത്. അവരെ അങ്ങനെ എളുപ്പം കൊല്ലാൻ നീലിനൊരു മടി. അടിയേറ്റ് അവരുടെ രണ്ടിന്റെയും വായുക്കുടി രക്തം പുറത്തേക്ക് വരികയാണ്. ശരിക്കും വായുക്കുടി രക്തവും കണ്ണിക്കൂടി കണ്ണുനീരും ഒക്കെ കലർന്ന ഒരു വല്ലാത്ത വികൃത രൂപത്തിലേക്ക് അവർ മാറുമ്പോൾ അവിടേക്ക് ഒരാൾ ഓടിയെത്തുകയാണ്. മെഡിസിനൽ കിങ് വാലിയിൽ നിന്ന് ഒരാൾ ഓടിയെത്തിയെന്ന് പറയാം. അയാളുടെ വേഷം അത് വിളിച്ചു പറയുകയാണ്. അയാൾ മെഡിസിനൽ കിങ് വാലിയിലെ ആളാണെന്ന്. ഓടിയെത്തിയ വ്യക്തി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീൻ, പ്ലീസ് പ്ലീസ് അവരെ ഉപദ്രവിക്കരുത്. അയാളുടെ ആ വാക്കുകൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നീല് അവന്മാരെ കവിളിൽ മാറി മാറി ചെണ്ടിലടിക്കും പോലെ അടിക്കുകയാണ്. ശരിക്കും ആ രണ്ട് ചെറുപ്പക്കാർക്കും തിരിച്ചു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. അവൻ രണ്ടും മാർഷൽ ആർട്ടിസ്റ്റുകളുമാണ്. സ്വാഭാവികമായിട്ട് കൈ നിവർത്തി എതിരാളിയെ അടിക്കണം, ചവിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവരുടെ കൈയും കാലും ഒന്നും ചലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. രണ്ടുപേരും ഭയന്നിങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും അല്പസമയം കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് മൂത്രം ഒഴിക്കും. ആ ശൈലിയിലേക്ക് അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയാണ്. ഭയം അത് അവരുടെ പെരുവിരൽ മുതൽ തലമുടി വരെ ഏതാണ്ട് പടർന്നു കയറിയിട്ടുണ്ട്. നീല് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതും ആ വന്ന ആള് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ചേംബർലിൻ, ഈ കാര്യം പറഞ്ഞാൽ ആകെ വിഷയമാവും. അങ്ങനെ അയാൾ പറഞ്ഞിട്ടും നീല് ശ്രദ്ധിക്കാതെ ആ തല്ല് തുടർന്ന് കണ്ടതും യാനിമ നീലിന്റെ അടുത്തേക്ക് ചാഞ്ഞ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നമ്മൾ വന്ന കാര്യം നടക്കണമെങ്കിൽ നമുക്ക് മിസ്റ്റർ ചേംബർലിന്റെ സഹായം വേണം. അങ്ങനെ യാനിമ പറഞ്ഞതും നീല് ആ രണ്ടുപേരുടെയും പുറത്തുള്ള പിടിയങ്ങ് വിട്ടു. രണ്ടുപേരും ഒരു ശബ്ദത്തോടെ താഴെ വീണു. ശരിക്കും ആ രണ്ട് ചെറുപ്പക്കാരെയും വെറുതെ ഇങ്ങനെ പൊക്കി നിർത്തി ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് ആ അടിയേറ്റ് താഴെ വീഴേണ്ടതാണ്. പക്ഷെ നീല് അവരെ താഴെ വീഴാൻ അനുവദിക്കാതെ അവൻ താഴേക്ക് പോകുമ്പോൾ വീണ്ടും അവരെ പിടിച്ചു നിർത്തും. ആ ശൈലിയിലാണ് തല്ലിക്കൊണ്ടിരുന്നത്. നീല് കാര്യമായിട്ടൊന്ന് കൈവച്ചെങ്കിൽ അവരെ എപ്പോഴേ തീർന്നനെ. അവരങ്ങനെ കൈവച്ച് കൊന്ന് അവരുടെ ആ വേദന കുറയ്ക്കാൻ നീല ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നീല അവരെ ഇങ്ങനെ അടിച്ച് കളിച്ചുകൊണ്ടിരുന്നത്. യാനിമ ചേംബർലിനെ കുറിച്ച് അങ്ങനെ ഒരു സൂചന കൊടുത്തതും നീല് അവരെ താഴേക്കിട്ടപ്പോ ആ മെഡിസിനൽ കിങ് വാലിയിൽ നിന്ന് വന്ന മനുഷ്യന് ഒത്തിരി സന്തോഷമായി. അയാള് നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, പ്ലീസ് ഈ വിഷയം വിട്ടേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാൻ മാനേജ് ചെയ്തോളാം. ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞതും നീല് തറയിൽ കിടക്കുന്ന ആ ലീയെയും ആ ഷെങ്ങിനെ ഒന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വാണിംഗ് ആണ്. ഒരിക്കൽ കൂടി എന്റെ പാതയിൽ നിങ്ങൾ തടസ്സമായി വന്ന് കയറിയാൽ പിന്നെ നിങ്ങൾ രണ്ടും ഉണ്ടാകില്ല, ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് യാനിമയ്ക്കൊപ്പം ആ മെഡിസിനൽ കിങ് വാലിയിലേക്ക് നടന്നു. ശരിക്കും ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മെഡിസിനൽ കിങ് വാലിക്ക് വളരെ അടുത്ത് വെച്ചിട്ടാണ് ആ ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 100 മീറ്ററോടെ കഴിഞ്ഞിരുന്നെങ്കിൽ മെഡിസിനൽ കിങ് വാലിയുടെ അതിർത്തിയിലെത്തിയനെ. ആ അതിർത്തിക്കകത്ത് ഈ ശൈലിയുള്ള ഒരു സംഭവവികാസങ്ങളും അനുവദനീയമല്ല. നീല് മുന്നോട്ട് നടക്കുമ്പോൾ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അനവധി പ്രമുഖർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്.
നീലും യാനിമയും കൂടി നടന്നെത്തിയത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. യാനിമ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ യാനിമ അവിടേക്ക് നടന്നു വരുമ്പോൾ പലരുടെയും കണ്ണുകൾ യാനിമയിലേക്ക് പാറി വീഴുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ നോട്ടം കൂടെ നടക്കുന്ന ആ ചെറുപ്പക്കാരനിലേക്ക് വീഴും. ആ ചെറുപ്പക്കാരന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതകളുമില്ല. സുന്ദരിയായ ഈ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരനെ മാത്രമേ കിട്ടിയുള്ളൂ. ആ ഒരു ചോദ്യം പലരുടെയും ഉള്ളിലുണ്ട്. അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ നീലിന്റെ ആക്ടിവിറ്റീസിൽ ബന്ധമുള്ള ആളുകളല്ല. ഈ മെഡിസിൻ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. നീലിന്റെ ഹെവൻലി ഗ്രൂപ്പ് സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ ഉൽപാദന വിതരണ മേഖലയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. പക്ഷെ ആ മേഖലയിലുള്ള ആളുകളല്ല ഇവിടെ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇത് പ്യൂറായിട്ടും വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകളും അതേസമയത്ത് മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്താൻ ഒരു കാരണമുണ്ട്. ആ കാരണം അവിടെ ആ ഹാളിന്റെ ഒത്ത നടുക്ക് കാണുന്ന ആ വലിയ കോൾഡ്രനാണ്. ആ ആൽക്കമി സ്റ്റൗ, ഒരു കുട്ടികം പോലെയുള്ള ഒരു സ്റ്റൗ അവിടെ ഇരിപ്പുണ്ട്. ആ സ്റ്റൗ കണ്ടതും നീലിന്റെ നോട്ടം ആ സ്റ്റൗവിലേക്കായി. അവിടെ വരുന്ന ആളുകളൊക്കെ കൗതുകത്തോടെ ആ സ്റ്റൗ നോക്കി നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് നീലും ആ സ്റ്റൗവിന്റെ അടുത്തേക്ക് വന്നത്. ആ കോൾഡ്രൺ ശരിക്കും ആധുനിക ടെക്നോളജി കണക്ട് ചെയ്തിരിക്കുന്ന കോൾഡ്രനാണ്. പരമ്പരാഗതമായി മരുന്നുണ്ടാക്കുന്ന സംവിധാനത്തെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കോൾഡ്രന്റെ അടിയിൽ തീ കൂട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതേസമയത്ത് ആ കോൾഡ്രൻ അനവധി വയറുകളിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വയറുകൾ എത്തുന്നത് ഒരു കൺട്രോളിംഗ് സിസ്റ്റത്തിലേക്കാണ്. കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് കീ പോലുള്ള ഒരു സംവിധാനം. അതിന്റെ ചുറ്റുവട്ടത്തായി അനവധി സ്ക്രീനുകളും ആ സ്ക്രീനുകളിൽ ഒരുപാട് ഡയലുകളൊക്കെ ഉണ്ട്, നോബുകളും ഉണ്ട്. ആ നോബുകളും ആ സ്വിച്ചുകളും അതേസമയത്ത് അവിടെയുള്ള വലിയ സ്ക്രീനും എല്ലാം ഈ കോൾഡറുമായി കണക്റ്റഡ് ആണ്. കോൾഡറിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ആ സ്ക്രീനിൽ വിസിബിൾ ആണ്. ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു കോൾഡർ, അങ്ങനെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. നീലിനൊപ്പോത്തിയെ യാനിമ നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, ഈ മെഡിസിൻ കിങ് വാലിയിലെ ഏറ്റവും പുതിയ കണ്ടെത്തലാണ്. ആൽക്കമിസ്റ്റുകൾ അന്യം നിന്ന് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആൽക്കമിസ്റ്റുകൾ പണ്ട് കാലത്ത് ഒരുപാട് മൂല്യമുള്ള മരുന്നുകൾ ഉണ്ടാക്കുമായിരുന്നു. ആ പരമ്പരാഗത അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ കോൾഡർ എന്തായാലും സഹായിക്കും. യാനിമ അങ്ങനെ പറയുമ്പോൾ അനവധി ആളുകൾ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരൊക്കെ പരസ്പരം സംസാരിക്കുന്നത് നീല് കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു അതിശയം തന്നെ. ഇത്ര എളുപ്പം മരുന്നുണ്ടാക്കാൻ കഴിയുന്ന ഒരു യന്ത്രം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു ആൽക്കമിസ്റ്റ് മെഡിസിനൽ ഹെർബ്സിൽ നിന്ന് ഒരു കോൾഡറിന്റെ സഹായത്തോടുകൂടി ഒരു പില്ല് ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ആ കാര്യങ്ങൾ അറിയാമെങ്കിലും ശരിക്കും ആ സംവിധാനം എങ്ങനെ റൺ ചെയ്യണമെന്ന് അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അത്തരം ആളുകളെയാണ് നമ്മൾ ആൽക്കമിസ്റ്റ് എന്ന് വിളിക്കുക. ആൽക്കമിസ്റ്റുകൾ അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ആൽക്കമിസ്റ്റുകളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ശൈലിയിൽ ചർച്ച അവിടെ അങ്ങനെ നടക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ പറഞ്ഞു, മിസ്റ്റർ ഹാൻസൺ ഇന്നു മുതൽ ഈ മെഡിസിൻ കിങ് വാലിയിൽ മെഡിസിൻ കിങ് ചേംബർലിൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് എത്തും. അത്തരത്തിലൊരു കണ്ടെത്തലല്ലേ അദ്ദേഹം നടത്തിയിരിക്കുന്നത്? അതിന് മറുപടിയായി വേറൊരാൾ പറഞ്ഞു, അത് വലിയ അതിശയമുള്ള കാര്യമല്ല. ഇപ്പൊ തന്നെ മിസ്റ്റർ ഹാൻസൺ ഈ മെഡിസിൻ കിങ് വാലിയിലെ 2ാമൻ തന്നെയാണ്. മെഡിസിൻ കിങ് മിസ്റ്റർ ചേംബർലിന് മിസ്റ്റർ ഹാൻസനെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഇനി സദസ്സിന് മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹം ഹാൻസന് അവസരം കൊടുത്തിരിക്കുന്നത് തന്നെ. വളരെ ഉയർന്ന ഒരു അഭിപ്രായമാണ് ആ കോൾഡറിനെ കുറിച്ചും ആ കോൾഡറൻ ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻസൺ എന്ന വ്യക്തിയെക്കുറിച്ചും അവിടെ നിൽക്കുന്ന ആളുകൾക്കുള്ളത്. അത് കേട്ട യാനിമ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഹാൻസൺ ശരിക്കും ഒരു പ്രതിഭാസം തന്നെയാണല്ലേ? അല്ലെങ്കിൽ ഈ കോൾഡറിനെയൊക്കെ ഇങ്ങനെ ഓട്ടോമേറ്റഡ് കോൾഡറിനാക്കി മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? കോൾഡറിന്റെ രൂപത്തിലോ അതിന്റെ ശൈലിയിലോ ഒരു മാറ്റം വരുത്താതെ അതിനെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കിയിരിക്കുകയാണ്. അതിന്റെ ആ ഓട്ടോമേഷൻ ശരിക്കും ആരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. യാനിമ അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. അവളുടെ ആ കുടുംബത്തിൽ ആയുധ നിർമ്മാണവും അതുപോലെ മരുന്നുകളുടെ ശേഖരണവുമാണ് നടക്കുന്നത്. മരുന്നുകളുടെ ശേഖരണം എന്ന് പറയുന്നതിനേക്കാൾ മരുന്നുകളുടെ റാ മെറ്റീരിയൽസ് അവർ ശേഖരിക്കുന്നത്. അവരൊരു വലിയ ബിസിനസ്സാണ് അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മരുന്ന് ശേഖരണത്തിൽ ഓട്ടോമേഷന്റെ ആവശ്യമില്ല. പക്ഷെ അവരുണ്ടാക്കുന്ന ആയുധങ്ങൾ, ആധുനിക ആയുധങ്ങളും പുരാതന ആയുധങ്ങളും ഒരുപാട് അവർ ഉണ്ടാക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഫോർജ് ചെയ്തെടുക്കുന്ന ടെക്നിക്ക് ശരിക്കും ഓട്ടോമേറ്റഡ് ആക്കേണ്ടതിന്റെ ആവശ്യകത അവർക്കറിയാം. പക്ഷെ ഓട്ടോമേറ്റഡ് ആക്കിയാൽ പെർഫെക്ഷൻ ലഭിക്കാതെ പോകും. പല ആയുധങ്ങൾക്കും ഈ സ്പിരിച്വൽ പവർ കൊടുക്കുന്നത് ഒരു വ്യക്തി അതിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ്. ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ ചെയ്താൽ ഒരിക്കലും ഒരു സ്പിരിച്വൽ പവറും ഒരു ആയുധത്തിനും ഉണ്ടാകില്ല. ആ കാര്യം യാനിമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ യാനിമയ്ക്ക് ഈ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഓട്ടോമേറ്റഡ് ആയാൽ സ്പിരിച്വൽ പവർ വരുമോ എന്നുള്ളതിനെ കുറിച്ചൊരു സംശയമുണ്ട്. അവളുടെ മുഖത്തുനിന്ന് ആ സംശയം വായിച്ചറിഞ്ഞിട്ടാകണം നീല് യാനിമയോട് പറഞ്ഞു,
ഈ കോൾഡ്രനും ഓട്ടോമേഷനും ഒക്കെ കൊള്ളാം, പക്ഷേ ഒരു വ്യക്തി ഇടപെട്ട് മരുന്ന് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും ശ്രദ്ധിക്കും. ഈ ഓട്ടോമേഷൻ ഉണ്ടെങ്കിലും ഈ മരുന്നുണ്ടാക്കുന്ന വ്യക്തി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. മിസ്റ്റർ ഗ്രീ, താങ്കൾ എന്താ പറഞ്ഞേ? യാനിമ, ഈ കോൾഡ്രൻ ഓട്ടോമേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഈ ഓട്ടോമേഷൻ ആക്ടിവിറ്റീസ് നടത്താൻ അനിവാര്യമാണ്. ആ ആള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോൾഡ്രൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നൽകത്തില്ല. നീല് വീണ്ടും ആ കാര്യം വ്യക്തമാക്കിയപ്പോൾ ഈ സംഭാഷണം കേട്ടുകൊണ്ട് പലരും നിൽക്കുകയാണ്. അവൻ പലർക്കും വല്ലതൊരു അസ്വസ്ഥ ഫീൽ ചെയ്യാണ്. മെഡിസിൻ കിങ് വാലി ഈ ജനറൽ പ്രൊവിൻസിനകത്ത് ഏറ്റവും ശക്തമായ മെഡിസിൻ നിർമ്മാതാക്കളാണ്, അല്ലെങ്കിൽ റയർ അസുഖങ്ങൾ ചികിത്സിക്കാനുള്ള മരുന്നുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഏക സ്ഥാപനമാണ് ഈ മെഡിസിൻ കിങ് വാലി എന്ന് പറയാം. അവിടെ ഈ ജനറൽ വാലിയിലെ പ്രമുഖനെ വിളിച്ച് നിർത്തി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആ കാര്യത്തിൽ പാളിച്ചുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ അതെങ്ങനെയാ അനുവദിച്ചു കൊടുക്കുക? എന്തായാലും നീലിന്റെ ആ സംഭാഷണം പലരുടെ ഭാഗത്തും മുറിവുറപ്പുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി ഒരുപാട് പുകഴ്ത്തലുകൾ കേട്ടു നിൽക്കുകയായിരുന്ന ഹാൻസനും കേട്ടു. ഹാൻസൺ പെട്ടെന്ന് നടന്ന് ആ കോൾഡറിന്റെ അടുത്തെത്തി. നീലും യാനിമയും ആ കോൾഡറിന്റെ അടുത്തുനിന്ന് തിരിയാൻ പോയപ്പോഴാണ് ഹാൻസൺ അവിടെ എത്തിയത്. ഏയ് യങ്മാൻ, നീ എന്താ പറഞ്ഞേ? ഈ കോൾഡറിന്റെ പിഴവുണ്ടെന്നോ? ഹാൻസന്റെ ആ ചോദ്യം കേട്ടതും നീല് അയാളെ നോക്കി. എന്നിട്ട് നീല് മറുപടി ഒന്നും പറയാതെ തിരിച്ച് നടക്കാൻ തുടങ്ങിയതും ഹാൻസൺ നീലിനോട് പറഞ്ഞു, യങ്മാൻ നിൽക്കവിടെ, എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. ഈ കോൾഡറിന് എന്താണ് പിഴവ്? ഹാൻസന്റെ ചോദ്യം സ്വാഭാവികമായും അടുത്ത് നിൽക്കുന്ന ഒത്തിരി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. നീല തിരിഞ്ഞ് ഹാൻസനോടായി പറഞ്ഞു, ഞാൻ ആ കോൾഡറിന് പിഴവുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. പിഴവ് അത് ഉപയോഗിക്കുന്ന വ്യക്തിയിലായിരിക്കും. ആ വ്യക്തിക്ക് അറിവ് കുറവുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് കുറവുണ്ടെങ്കിൽ, സ്കില്ല് കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ കോൾഡൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ശൈലിയിൽ പ്രോഡക്റ്റുകൾ ഡെലിവർ ചെയ്തു എന്ന് വരില്ല. ഹാൻസന് അത് കേട്ടപ്പോ വളരെ ദേഷ്യം വരികയാണ്. ഏയ് യങ്മാൻ, നീ എന്ത് ധിക്കാരമാണ് ഈ പറയുന്നത്? ഇത് എന്റെ എത്ര നാളത്തെ പരിശ്രമത്തിന് ഫലമായി ഉണ്ടായ ഓട്ടോമാറ്റഡ് കോൾഡർ ആണെന്ന് അറിയാവോ? ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല. ഈ കോൾഡറിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസും ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഈ കോൾഡറിനെ കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിപ്പിക്കും. അത് കേട്ടതും നീല് പറഞ്ഞു, ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കോൾഡറിനകത്ത് ഉൽപ്പന്നം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ട്, സ്കില്ലുണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ട്. ഞാൻ ആ കാര്യം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനും അപ്പുറത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരും. അതിലൊന്ന് നമ്മൾ ഈ കോൾഡൻ സ്ഥാപിച്ചിരിക്കുന്ന അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിൽ വായുവുണ്ട്, ചൂടുണ്ട്, അതുപോലെ മറ്റനവധി സംവിധാനങ്ങളുണ്ട്. അവയുടെ നിയന്ത്രണം നിങ്ങളുടെ കൈവശമല്ല ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ഉപദേശം നൽകാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോ ഈ കോൾഡൻ ഉപയോഗിച്ച് മരുന്ന് ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് വെക്കണം. അതിന് പകരം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ മരുന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശൈലിയിൽ നിങ്ങൾക്ക് കണ്ടീഷൻസ് നിങ്ങളുടെ ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റിയേക്കും. എന്തായി പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്? ഹാൻസൺ അങ്ങനെ പറഞ്ഞതും നീല് അയാളോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട്, നിങ്ങളുടെ കൈ അതുകൊണ്ടാണ് ഉയർത്തത്. നിങ്ങളുടെ മുഖത്ത് നിന്ന് പരിഭ്രമം വായിച്ചെടുക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ തൽഫലമായി പറ്റില്ലെന്നാണ്. നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകാനുള്ള സമയം അതാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. ഒരു 3 മണിക്കൂർ ഈ വിഷയത്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ശാന്തനാകും. അപ്പൊ നിങ്ങൾക്ക് ഈ കോൾഡൻ ക്രമീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് നീല് നടക്കാൻ ശ്രമിച്ചതും ഹാൻസൺ ഓടി നീലിന്റെ മുന്നിലേക്ക് കയറി. ഏയ് യങ്മാൻ, എന്താ നിന്റെ പേര്? എന്റെ പേര് നീൽഗ്രി എന്നാണ്. നീൽഗ്രി, ഞാനിപ്പോ ഇവിടെ വെച്ച് ഈ മരുന്ന് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? ഹാൻസൺ ആ ചോദ്യം ചോദിച്ചതും നീല് അയാളെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ യാനവിക്കൊപ്പം ആ ഹാളിനെ മറ്റൊരു മേഖലയിലേക്ക് നടന്നു. അവിടെ ആ ഹാളിൽ പലതരത്തിലുള്ള സാധനങ്ങളുടെ എക്സിബിഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. മെഡിസിൻ കിങ് വാലി വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ആ സ്ഥാപനം അതുകൊണ്ട് തന്നെ അവരുടെ പല കണ്ടെത്തലുകളും അവിടെ സ്റ്റോളുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നീല് ഹാൻസന് മറുപടി പറയാതെ ആ കാഴ്ചകളിലേക്ക് അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു മാറിയപ്പോൾ പെട്ടെന്നാണ് ഒരു കൈയടി ശബ്ദം കേട്ടത്. കൈയടി കേട്ട ഭാഗത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് നല്ല നീളമുള്ള ഗൗൺ ധരിച്ച, ലേശം പ്രായമുള്ള, എന്നാൽ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയുള്ള ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. അത് കണ്ടതും യാനിമ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, അതാണ് മെഡിസിൻ കിങ് ചേംബർലിൻ. ആ മെഡിസിൻ കിങ് വാലിയുടെ അധിപൻ
ഡോക്ടർ ചേംബർലിൻ അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടതും എല്ലാ ആളുകളും അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ചേംബർലിൻ നടന്നെത്തിയത് ആ കോൾഡ്രൻ ഇരിക്കുന്ന ഭാഗത്താണ്. കോൾഡ്രൻ ഒരു വലിയ കൂറ്റൻ സ്റ്റേജിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ സ്റ്റേജിന്റെ താഴെ നിൽക്കുന്ന ഹാൻസൺ മുകളിൽ ഡോക്ടർ ചേംബർലിൻ എത്തിയത് കണ്ടതും പെട്ടെന്ന് അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെത്തി. അവർ രണ്ടുപേരും ആ സ്റ്റേജിന്റെ മുകളിലേക്ക് കയറിയതും ആ ഹാളിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ആ സ്റ്റേജിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. പെട്ടെന്ന് അവിടെ ആ സ്റ്റേജിന് മുന്നിൽ സകലരും ഒരു ആൾക്കൂട്ടമായി മാറുകയാണ്. ആരും തന്നെ ഇരിക്കുന്നില്ല, എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. അത് കിടന്ന് ചേംബർലിൻ ചിരിച്ചുകൊണ്ട് ഒന്ന് കൈ താഴ്ത്തുകയാണ്. ആളുകളുടെ ഇരിക്കാനുള്ള ആക്ഷൻ അദ്ദേഹം കാണിച്ചതും ഓരോരുത്തരായി കസേരകളിലേക്ക് ഇരുന്നു. പെട്ടെന്ന് ആ സദസ്സങ്ങ് നിറഞ്ഞു എന്ന് പറയാം. ചേംബർലിൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് എണീറ്റു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ്. എനിക്കും കുഞ്ഞുനാളിൽ മെഡിസിൻ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനൊരു സ്വപ്നമുണ്ടായിരുന്നു, ഓട്ടോമേഷൻ. നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും പ്രയോജനകരമായ ഒരു പില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഒരുപാട് ശ്രമം വേണം ഒരു മരുന്നുണ്ടാക്കാൻ. ഓട്ടോമേഷൻ നമുക്ക് അവിടെയാണ് കരുത്താകുന്നത്. 6-8 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം 5-10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ യന്ത്രത്തിലൂടെ നമുക്ക് കഴിയും. അത് മിസ്റ്റർ ഹാൻസന്റെ നിരന്തരമായ ശ്രമം കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. അതിന് നമുക്ക് ഹാൻസനെ അഭിനന്ദിക്കാം. ഡോക്ടർ ചേംബർലിൻ അത് പറഞ്ഞതും സകല ആളുകളെയും കൈയടിക്കുകയാണ്. നീലിനടുത്തിരിക്കുന്ന യാനുമേ കൈയടിച്ചു. നീലും പതുക്കെ കൈയടിച്ചു. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനം അനിവാര്യമാണല്ലോ. നീല കൈയടിക്കുന്നത് കൺകോണിലൂടെ ഡോക്ടർ ഹാൻസനും കാണുന്നുണ്ട്. അയാൾക്ക് ഇപ്പൊ ഒരു ശരിക്കൊരു വെയിറ്റ് ഒക്കെ വന്നു തുടങ്ങിയാണ്. ആ സമയത്ത് ചേംബർലിൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ലൈവായിട്ട് ഈ യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ഈ സ്ക്രീനുകളൊക്കെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോൾഡറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും നാൾ ഒരു രഹസ്യമാണ്. ഇവിടെ ഇതാ കോൾഡറിനകത്തുള്ള ചെറിയ ക്യാമറകൾ ഒപ്പിയെടുക്കുന്ന വിഷ്വലുകൾ ഇനി ലൈവായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. സാധാരണഗതിയിൽ ഈ ആൽക്കമി സ്റ്റൗ എന്ന് പറയുന്ന ആ കോൾഡറിനകത്ത് ധാരാളം ഹെർബ്സും വെള്ളവും ഇട്ട് ചൂടാക്കി പ്രത്യേക തരത്തിലുള്ള പല കാര്യങ്ങളും ചേർത്ത് അതിനെ ആവിയാക്കി പിന്നീട് ദ്രാവകമാക്കി മാറ്റി ഖരാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഗുളികയ്ക്ക് മാറ്റുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ആ കോൾഡറിനകത്ത് ഏതാണ്ട് നിറയെ സാധനം കാണും. തീരുമ്പോൾ 4-5 ചെറിയ ഗുളികകൾ മാത്രമാണ് കാണുക. ബാക്കി മുഴുവൻ ആവിയായി പുറത്തു പോയി കഴിഞ്ഞിരിക്കും. ആ പ്രക്രിയയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരവില്ല. ഇപ്പൊ ഇതാ അത് ലൈവായി കാണാൻ പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ചേംബർലിൻ പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അതൊരു വല്ലാത്ത ആവേശമായി മാറി. ഡോക്ടർ ചേംബർലിൻ തുടർന്ന് ആളുകളോട് പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 4-5 മണിക്കൂർ കൊണ്ട് ഉണ്ടാകുന്ന പിൽസ് ഇവിടെ 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിവേഗതയിൽ മെഡിസിൻ നിർമ്മാണം നടക്കുമെന്നാണ്. നമുക്കത് ലൈവായി കാണാം. അതിനുവേണ്ടി ഞാൻ ഹാൻസനെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഡോക്ടർ ചേംബർലിൻ പറഞ്ഞതും ഒരാള് എണീറ്റു. മെഡിസിൻ കിങ്, അങ്ങ് ഡോക്ടർ ഹാൻസനെ ഇൻവൈറ്റ് ചെയ്യും മുമ്പ് ഒരു കാര്യം കൂടി അറിയണം. ആ സദസ്സിനിടയിൽ എണീറ്റ് നിന്ന് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു. മെഡിസിൻ കിങ്, അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ ഓട്ടോമേറ്റഡ് യന്ത്രത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം ഇവിടെ ഈ ഹാളിൽ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആ ആള് ഉറക്കെ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ശരിക്കും ആ ഹാളിനകത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ടാവുകയാണ്. മെഡിസിൻ കിങ് വാലിയിലെ മെഡിസിൻ കിങ് ഡോക്ടർ ചേംബർലിൻ ഇന്ന് രാജ്യത്തിന് മുമ്പാകെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്ന ആ ഓട്ടോമാറ്റിക് സംവിധാനം മോശമാണെന്ന് പറയുന്ന ആളുകൾ ആ സദസ്സിനകത്ത് ഉണ്ടെന്നാണല്ലോ ആ വ്യക്തി വിളിച്ചു പറഞ്ഞത്. അങ്ങനെ സംഭവിക്കൂ? സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടാവുകയാണ്. ചേംബർലിൻ ദേഷ്യത്തോടെ ആ മനുഷ്യനോട് ചോദിച്ചു, ആരാന്ന് പറഞ്ഞത്? ആ ചോദ്യം പ്രതീക്ഷിച്ചെന്ന ആ വ്യക്തി അയാളുടെ വിരലുകൾ ഒരു വശത്തേക്ക് ചൂണ്ടി. അയാളുടെ വിരൽ ചൂണ്ടിയ ദിശയിലേക്ക് സകലരുടെയും കണ്ണുകൾ തിരിയുമ്പോൾ ആ കണ്ണുകൾ എത്തി നിൽക്കുന്നത് സാക്ഷാൽ നീലിലും യാനുമേലുമാണ്. എല്ലാവരും അമ്പരപ്പോടെ അവിടേക്ക് നോക്കുമ്പോൾ ആ ആള് പറഞ്ഞു, ആ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ അയാളാണ് പറഞ്ഞത് ഈ ഓട്ടോമാറ്റിക് സംവിധാനം വിജയിക്കുന്ന ഒന്നല്ല. അയാൾ ആ ഡയലോഗ് പറഞ്ഞു നിർത്തിയതും ആ ഹാളിൽ പൂർണ്ണ നിശബ്ദത ഉണ്ടാവുകയാണ്. ഒരു നിമിഷം കൊണ്ട് സകലതും നിശ്ചലമാവുകയാണ്. ആ നിശബ്ദതയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് ചേംബർലിൻ നീലിന് നേരെ തിരിഞ്ഞ് നീലോട് ചോദിച്ചു, യങ്മാൻ, എന്തടിസ്ഥാനത്തിലാണ് ഈ ഓട്ടോമാറ്റിക് കോൾഡ്രൺ ശരിയായി പ്രവർത്തിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്? യാനിമ ഈ ഡയലോഗ് കേട്ട് ആകെ വിറക്കുകയാണ്. മിസ്റ്റർ ചേംബർലിനുമായി ഒരു അടുപ്പം ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ അവിടേക്ക് നീലിനെ അവള് കൊണ്ടുവന്നത്. ഇവിടെ ഇതാ അതേ ചേംബർലിനുമായി അവര് ഇടയുകയാണ്. യാനിമ എന്തും മറുപടി പറയണമെന്നറിയാതെ അമ്പരം നിൽക്കുമ്പോൾ നീല് ആ കസേര ഇരുന്നുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞു,
ഞാൻ ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ അല്ല കുറ്റം പറഞ്ഞത്. ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയും കൂടി ഓട്ടോമേഷൻ പ്രവർത്തികളിൽ പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞത്. നീൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ചേംബർലിൻ ഒന്ന് ചിരിച്ചു. ഹേയ് യങ് മാൻ, ആ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെയാണ് ഓട്ടോമാറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്വിച്ച് ഇടുന്ന ആളുടെ മനസ്സ് ഒരു വിഷയവുമല്ല. സ്വിച്ച് ഇടുന്ന ആളുടെ മനസ്സിന് അതിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. ഡോക്ടർ ചേംബർലിൻ പറയുന്നതിനകത്ത് ന്യായമുണ്ടെന്ന് അത് കേൾക്കുന്ന ഏവർക്കും അറിയാം. ഒരു മുറിലെ ലൈറ്റ് ആര് സ്വിച്ച് ഇട്ടാലും കത്തണം. ദേഷ്യത്തോടെ ഒരാൾ ഇട്ടാൽ കത്തരുത്, സ്നേഹത്തോടെ ഇട്ടാലേ കത്താവൂ. അങ്ങനെയൊന്നും നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റത്തെ പറഞ്ഞ് പഠിപ്പിക്കാനാവില്ല. കോൾഡറിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ കോൾഡറിനകത്തുള്ള ആ ഇൻഗ്രീഡിയൻസ് വർക്ക് ചെയ്ത് തുടങ്ങണം. വെള്ളം ചൂടാവണം, ആവിയാകണം, അതിനകത്തേക്ക് ആ ഇൻഗ്രീഡിയൻസ് വീഴണം, ആ ഇൻഗ്രീഡിയൻസ് ശരിക്കും തിളച്ചു മറിയണം, അത് മുഴുവൻ ലിക്വിഡ് അവസ്ഥയിലേക്ക് മാറി അവസാനം ആവിയായി മാറി നീരാവിയാവുകയും ആവശ്യമില്ലാത്തൊക്കെ നീരാവിയായി പുറത്തു പോവുകയും ബാക്കിയുള്ളത് ഘനീഭവിച്ച് അനവധി ഫിൽറ്ററുകളിലൂടെ കടന്ന് വന്ന് അവസാനം പില്ലായി മാറുകയും ചെയ്യണം. അതാണ് ആ പ്രോസസ്സ്. ആ പ്രോസസ്സ് നടക്കാൻ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഒരാളുടെയും ആവശ്യമില്ല. സ്വിച്ച് ഇടുന്നത് ആരായാലും മതി. ആ ഒരു യാഥാർത്ഥ്യമാണ് ചേംബർലിൻ അവിടെ വ്യക്തമാക്കിയത്. അതിന് മറുപടിയായി നീല് പറഞ്ഞു, ഇത് കോൾഡ്രനാണ്. ഈ കോൾഡ്രന്റെ ഉപയോഗം ആൽക്കമിസ്റ്റുമായി കണക്ട് ചെയ്തിരിക്കും. ശരിക്കും അറിവുള്ള ഒരു ആൽക്കമിസ്റ്റിന് പകരം ഏതൊരാളെയും ആൽക്കമിസ്റ്റ് ആക്കി കളയാം ഈ യന്ത്രം ഉപയോഗിച്ച് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ആൽക്കമിസ്റ്റിന് പകരം ആൽക്കമിസ്റ്റ് തന്നെ വേണം. എന്ന് പറഞ്ഞാൽ ഈ കോൾഡ്രൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ആ ആൽക്കമിസ്റ്റിന്റെ മാനസികാവസ്ഥയും വിഷയമാണെന്നാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. മരുന്ന് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ. അപ്പോഴേക്കും ഈ മരുന്ന് നിർമ്മാണത്തിൽ ഇടപെടുന്ന ബാഹ്യ ശക്തികളെ നിയന്ത്രിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്ക് അദ്ദേഹം കടക്കും. നീല് വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞപ്പോൾ ചേംബർലിന്റെ മുഖത്തൊരു പുഞ്ചിരി വരികയാണ്. ഹേ യങ് മാൻ, നിങ്ങൾക്ക് ഈ ആൽക്കമിയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വാചകം പറഞ്ഞത്. പക്ഷെ ആൽക്കമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ആൽക്കമിസ്റ്റ് എന്നൊക്കെയുള്ള പറഞ്ഞത്. ഞാനത് അംഗീകരിക്കുന്നു. ശരി, ഇന്നിപ്പോ ഇവിടെ മിസ്റ്റർ ഹാൻസൺ മരുന്ന് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾ പറയുന്നത്? കോൾഡ്രൻ പൊട്ടിത്തെറിക്കും. നീല വളരെ കൂളായിട്ട് ആ ഉത്തരം പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരു അവിശ്വസനീയത ഫീൽ ചെയ്തെങ്കിലും ചേംബർലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരികയാണ്. ഹേ യങ് മാൻ, കോൾഡ്രൻ പൊട്ടിത്തെറിക്കുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. ഡിവൈൻ പിൽസ് ഉണ്ടാക്കുമ്പോൾ അത് സംഭവിക്കും. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു 3rd ഗ്രേഡ് മെഡിസിൻ പില്ലാണ്. 3rd ഗ്രേഡ് മെഡിസിൻ പില്ല് ഉണ്ടാക്കുന്ന ഏത് കോൾഡ്രനും ചൂട് സഹിക്കാനാവാതെ അവസാനം പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല പില്ല് കിട്ടുക. അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ കോൾഡ്രൻ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചേംബർലിൻ അത് പറഞ്ഞപ്പോ സകലർക്കും ഒരു ആശ്വാസമാവുകയാണ്. നീല നോക്കിക്കൊണ്ട് ചേംബർലിൻ പറഞ്ഞു, കോൾഡ്രൻ പൊട്ടിത്തെറിക്കുമെന്നുള്ള കാര്യമൊക്കെ നേരത്തെ അറിഞ്ഞു വെച്ചിട്ട് ആ വാചകം കൂടി ഈ അവസരത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതിയല്ലേ? അതിന് മറുപടിയായി നീല് പറഞ്ഞു, ഞാന് കോൾഡ്രൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞത് മരുന്ന് ഉണ്ടാക്കിയതിന് ശേഷമല്ല, മരുന്ന് ഉണ്ടാക്കുമ്പോഴാണ്. ഈ കോൾഡ്രൻ ഓണായി കൃത്യം 2 മിനിറ്റും 48 സെക്കൻഡും ആകുമ്പോൾ കോൾഡ്രൻ പൊട്ടിത്തെറിക്കും. ആ മരുന്ന് ഉണ്ടാകാൻ ഏകദേശം ഒരു 10-12 മിനിറ്റെങ്കിലും സമയം വേണം. ആ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങി കൃത്യം 2 മിനിറ്റും 48 സെക്കൻഡും. അതാണ് നീല് പ്രവചിച്ചിരിക്കുന്ന സമയം. അത് കേട്ടപ്പോൾ സകല ആൾക്ക് ഒരു അമ്പരപ്പ്. അങ്ങനെ കൃത്യം ഇത്ര സമയത്ത് ഒരു കോൾഡ്രൻ പൊട്ടിത്തെറിക്കുമെന്ന് പ്രവചിക്കുന്നത് അവരാരും കേട്ടിട്ടില്ല. ഒരു ഡിവൈൻ ലെവലിലുള്ള മെഡിസിനൽ പിൽസ് ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ഈ കോൾഡ്രനുകളൊക്കെ പൊട്ടിത്തെറിക്കുക. അടുപ്പിങ്ങനെ പൊട്ടിക്കേറി വരും. ആ പൊട്ടിക്കേറി വരുന്ന പാത്രത്തിന്റെ പല ഭാഗത്തായിട്ട് മരുന്നിങ്ങനെ കിടക്കും. അതിനെ പിന്നീട് ഒരു പ്രത്യേക തരത്തിലുള്ള കരണ്ടി ഉപയോഗിച്ച് ചിരണ്ടി എടുക്കുകയാണ് പതിവ്. അവിടെ ആ എത്രാമത്തെ മിനിറ്റിൽ ആ അടുപ്പ് പൊട്ടിത്തെറിക്കുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഈ കോൾഡ്രന്റെ അടിയിലായി ഒരു ഫർണസ് ഉണ്ട്. ആ ഫർണസും ഓട്ടോമാറ്റഡ് ആണ്. ഗ്യാസ് കൊണ്ടുള്ള ഒരു തീയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഓണാക്കി ഈ കോൾഡ്രന്റെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അതിവേഗതയിൽ പ്രവർത്തനം ആരംഭിക്കും. 2 മിനിറ്റും 48 സെക്കൻഡും ആകുമ്പോൾ ആ മുകളിലിരിക്കുന്ന കോൾഡ്രൻ കഷ്ണങ്ങളായി ചിതറുമെന്നാണ് നീൽ ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. ഒരു നിമിഷം നിശബ്ദനായി നിന്ന ചേംബർലിൻ നീലിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് നീലോടായി പറഞ്ഞു, ഞാൻ എന്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിനിടയിൽ ഇതുപോലെ വിഡിത്തരം പറയുന്ന ഒരാളെ കണ്ടിട്ടേയില്ല. എന്തായാലും സ്വയം ആ വിഡിത്തരം തിരിച്ചറിയാനുള്ള ഒരു അവസരം നിനക്ക് ഞാൻ നൽകാം. ഇവിടെ ഇപ്പോ എല്ലാവരുടെ സാന്നിധ്യത്തിൽ മിസ് ഹാൻസൺ മരുന്നുണ്ടാക്കും. ഹാൻസൺ മരുന്നുണ്ടാക്കി എല്ലാവരെയും കാണിച്ചാൽ നിനക്ക് ഞാനൊരു ശിക്ഷ വിധിക്കുകയാണ്. നീ 3 ദിവസം ഇവിടെ ഈ മെഡിസിൻ കിങ് വാലിയിൽ മുട്ടുകുത്തി നിൽക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ. മെഡിസിൻ കിങ് സാക്ഷാൽ ഡോക്ടർ ചേംബർലിൻ ശരിക്കും ശക്തനാണ്. അയാളൊരു നല്ല മാർഷൽ ആർട്ടിസ്റ്റുമാണ്.
ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്, അതേസമയത്ത് ഡോക്ടറുമാണ്, ആൽക്കമിസ്റ്റുമാണ്. ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് ഡോക്ടർ ചേംബർലിൻ. ആ ഡോക്ടർ ചേംബർലിൻ ആ വാചകം പറഞ്ഞപ്പോൾ വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായത് നേരത്തെ നീലിന്റെ കയ്യിൽ തല്ലേറ്റു വാങ്ങിച്ച ആ ലീ കുടുംബത്തിലെ യങ് മാസ്റ്റർ ലീക്കും അതുപോലെ യങ് മാസ്റ്റർ ഷെങ്ങിനുമാണ്. രണ്ടുപേരുടെ മുഖം ശരിക്കും വിണ്ടുകീറിയിരിക്കുകയാണ്. നീല് രണ്ടെണ്ണത്തിന്റെയും മുഖം ഇതിനെ അടിച്ച് പരുവപ്പെടുത്തിയിരിക്കുകയാണ്. അവന്മാര് വിളിച്ചു വരുത്തിയ അവരുടെ സംഘാംഗങ്ങളിലൂടെ ഇപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവര് ആ ഹാളിന്റെ പുറകിൽ നിൽക്കുകയാണ്. ശരിക്ക് ഇപ്പോ പെട്ടത് സാക്ഷൽ യാനിമയാണ്. യാനിമ അവരുടെ കുടുംബത്തിന് ലഭിച്ച ആ ഇൻവിറ്റേഷൻ കാർഡ് നീലിന് കൊടുത്ത് നീലിനെ വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ. നീലിന് ഈ വിഷയവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. വെറുതെ നീലിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ ശൈലിയിൽ അപമാനം ഏറ്റുവാങ്ങാൻ ഇടവന്നത് അവള് കാരണമാണ്. അവള് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, സോറി, സംഭവം ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് നീല് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സമയത്ത് സ്റ്റേജിൽ നിന്ന് ചേംബർലിന്റെ ശബ്ദം കേൾക്കാം. നമ്മൾ എന്തായാലും ചലഞ്ചസ് ഇഷ്ടപ്പെടണം. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ ചലഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി കാണാം. ഡോക്ടർ ഹാൻസൺ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അത് കേട്ടപ്പോൾ ഹാൻസനും ഒരുപാട് സന്തോഷം. ആ കൗണ്ടറിന്റെ അടുത്തേക്ക് ഹാൻസൺ നടക്കുമ്പോൾ ഡോക്ടർ ചേംബർലിൻ ആ സ്റ്റേജിൽ തന്നെ കുറച്ച് പുറകോട്ട് മാറി. ഡോക്ടർ ചേംബർലിന് അപ്പോഴും നീലിനെ കാണാം. ഇത്രയും ധൈര്യത്തോടെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഈ മെഡിസിനൽ കിങ് വാലിയിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഒരിക്കലും ഡോക്ടർ ചേംബർലിൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ചെറുപ്പക്കാരന്റെ അഹങ്കാരത്തിന് ഇന്ന് ഒരു അവസാനം ഉണ്ടാകും. ആ ഒരു ധാരണ ഡോക്ടർ ചേംബർലിനുണ്ട്. ഡോക്ടർ ഹാൻസൺ ആ കൗണ്ടറിന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് അവിടെ ആ സ്റ്റേജിലെ വലിയ സ്ക്രീനിൽ സമയം എഴുതി കാണിക്കുകയാണ്. ആ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ ഹാൻസൺ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കിയാലുടൻ ആ സ്ക്രീനിലെ സമയം സ്റ്റാർട്ട് ചെയ്യും. അയാള് അന്ന് ഉണ്ടാക്കാൻ പോകുന്ന 3rd ഗ്രേഡ് മെഡിസിൻ ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൗണ്ടറിനകത്ത് നിറച്ചു. ഫർണസ് റെഡിയാണെന്ന് നോക്കി, എല്ലാം റെഡിയാണെന്ന് ഉറപ്പാക്കിയതും അയാൾ ഓഡിയൻസിനോടായി പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം തിരിഞ്ഞ് ചേംബർലിൻ നോക്കി അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിച്ചു. ലാസ്റ്റിൽ നീലൊന്ന് നോക്കിയിട്ട് അയാൾ ഫർണസ് ഓണാക്കി. ഫർണസ് ഓണായി ആ ഫർണസിലെ ചൂട് കറക്റ്റായി ആ കൗണ്ടറിന്റെ അടിയിൽ സ്പർശിച്ചു എന്ന് ഉറപ്പുവരുത്തിയതും ഡോക്ടർ ഹാൻസന്റെ വിരലുകൾ ആ കൗണ്ടറിന്റെ ഓട്ടോമാറ്റഡ് സ്വിച്ചിൽ ഒന്ന് സ്പർശിച്ചു. ആ നിമിഷത്തിൽ സ്ക്രീനിൽ അക്കങ്ങൾ മാറി തുടങ്ങി. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്നിങ്ങനെ നിലയിൽ അവിടെ അക്കങ്ങൾ മാറി വരുമ്പോൾ മറ്റൊരു വലിയ സ്ക്രീനിൽ ഈ കൗണ്ടറിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വിഷ്വലായി കാണുന്നുണ്ട്. ഒരുപാട് ക്യാമറകൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കൗണ്ടറിനാണ് യഥാർത്ഥത്തിൽ ഹാൻസൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അകത്ത് ആ കൗണ്ടറിൻ അതിവേഗം ചൂടാകുന്നതിന്റെ ഫലമായി അകത്തുള്ള ഇൻഗ്രീഡിയൻസ് പെട്ടെന്നാണ് തിളയ്ക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഇതേ മെഡിസിനൽ ഹെർബ്സ് ഇട്ട് ചൂടാക്കിയാൽ ചിലപ്പോൾ അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ എടുക്കും അതൊന്ന് തിളച്ച് ഒരു പരിവായി മാറാൻ. വെള്ളം വേഗം തിളയ്ക്കും. തിളച്ച വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് ലയിച്ചു ചേരാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ കൗണ്ടറിന്റെ നിർമ്മാണം ആ ശൈലിയിലല്ല. പെട്ടെന്നാണ് ആ കൗണ്ടർ പൂർണ്ണമായും ചൂട് കൊണ്ട് തിളയ്ക്കുന്നത്. ആ കൗണ്ടറിന്റെ ബോഡി മുഴുവൻ ചൂടായതും ഓട്ടോമാറ്റിക്കായി അകത്തുള്ള ദ്രാവകവും ചൂടാവുകയാണ്. അത് നമുക്ക് വളരെ വ്യക്തമായി സ്ക്രീനിലൂടെ കാണാം. ആ സ്ക്രീനിൽ ആളുകൾ കൗതുകത്തോടെ കാഴ്ച കാണുകയാണ്. ഇതുവരെ കൗണ്ടറിനകത്ത് നടക്കുന്ന എന്താണെന്ന് അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതാ അവർ ആ കാഴ്ച കാണുകയാണ്. എല്ലാവരുടെയും കണ്ണുകൾ ആ സ്ക്രീനിലാണ്. കൗണ്ടറിനകത്തുള്ള ദ്രാവകങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് മുകളിൽ കൂടെ കറങ്ങി ഇങ്ങനെ വരികയാണ്. മുകളിലുള്ള അതിന്റെ അടപ്പിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിലാണ് അകത്തുള്ള ആ കട്ടി കൂടിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിയുന്നതും ദ്രാവകമായി മാറുന്നതും. കണ്ടൻസിക്കുന്ന വേഗതയിൽ അതങ്ങ് ദ്രാവകമാവുകയാണ്. അതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്, ആ കൗണ്ടറിനകത്തുള്ള ചൂട് അത്രയും വലുതാണ്. അതിശക്തമായ ചൂടിൽ ഒരു ബോയിലറിനകത്ത് സകല സാധനങ്ങളും തിളച്ചു മറിയും പോലെ ആ ദ്രാവകത്തിനകത്ത് സകല ഇൻഗ്രീഡിയൻസും കലർന്ന് അങ്ങനെ കറയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കൗതുകത്തോടെ നീലിനെ നോക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ സ്ക്രീനിൽ നോക്കും. സ്ക്രീനിൽ പെട്ടെന്നാണ് 1 മിനിറ്റ് അങ്ങനെ കടന്നുപോയത്. ഇതാ 2 മിനിറ്റായി. സകലരുടെ മുഖത്തും പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ പുഞ്ചിരി വളരെ വലുതായി വിരിഞ്ഞു നിൽക്കുന്ന ആരുടെ മുഖത്താണെന്ന് നോക്കിയാൽ നമുക്കത് കൃത്യമായി കാണാം. ആ യങ് മാസ്റ്റർ ലീയുടെയും യങ് മാസ്റ്റർ ഷെങ്ങിന്റെയും മുഖത്താണ് ആ പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ആ ചെറുപ്പക്കാരുടെ കണ്ണുകളിലെ പുഞ്ചിരി സ്വാഭാവികമായിട്ടും അങ്ങനെ വലുതായി വരികയാണ്. സമയം 2 മിനിറ്റിൽ നിന്ന് പിന്നെയും മുന്നേറുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് 2:05 2:10 2:15 2:25 ആയപ്പോ ശരിക്കും നമ്മുടെ ഡോക്ടർ ചേംബർലിന്റെ മുഖത്തും ആ പുഞ്ചിരി ഇങ്ങനെ വലുതായി വരികയാണ്. പക്ഷെ 2:30 ആയപ്പോ ഡോക്ടർ ഹാൻസന്റെ മുഖത്തുണ്ടായ പുഞ്ചിരിക്ക് ലേശൊരു മങ്ങലുണ്ട്. അത് പക്ഷേ ഈ കാണികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാണികളൊക്കെ ആ ക്ലോക്കിനെ നീലിനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോ രസകരമായ ഒരു രംഗം അവർ കാണാൻ പോവുകയാണല്ലോ. അവർ കാണാൻ പോകുന്ന രസകരമായ രംഗത്തെക്കുറിച്ച് മാത്രമാണ് അവരുടെ മനസ്സിൽ ചിന്ത. അടുത്തിരിക്കുന്ന യാനിമയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. നീല് 3 ദിവസം അവിടെ ആ മെഡിക്കൽ കിങ് വാലിയിൽ അങ്ങനെ മുട്ടുകുത്ത് നിൽക്കുന്നത് അവക്ക് ആലോചിക്കാനേ വയ്യ. നീല് മുട്ടുകുത്ത് നിൽക്കത്തില്ല എന്നുള്ള കാര്യം അവക്കറിയാം. നീലിന്റെ ടെമ്പർ അവക്കറിയാം. നീല് ചിലപ്പോ അവിടെ ഒരു കൂട്ടക്കൊലയ്ക്ക് തന്നെ തയ്യാറായിരിക്കും. എന്താണ് ഇനിയിപ്പോ ചെയ്യുക? അതിനെക്കുറിച്ച് യാനിമ ആലോചിക്കുമ്പോഴേക്കും സമയം ഏകദേശം 2 മിനിറ്റും 40 സെക്കൻഡും ആകാറായി. ഈ സമയത്ത് ആ കോളറിനകത്ത് നടക്കുന്ന രംഗങ്ങൾ ലൈവായി കാണുന്ന ആളുകളുടെ മുഖത്ത് ഒരു വല്ലാത്ത അതിശയം. നേരത്തെ വളരെ സുഗമമായി അതിനകത്തുള്ള ലിക്വിഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അവരൊക്കെ കണ്ടതാണ്. ആ കറക്കത്തിനിടയിൽ വളരെ വളരെ അനുഭൂതി ഉണർത്തുന്ന മെഡിസിന്റെ ഒരു മണം, ഒരു സുഗന്ധം എല്ലാ ആളുകൾക്കും അനുഭവപ്പെട്ടിരുന്നു. ഒരു 3rd ഗ്രേഡ് മരുന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പുറത്ത് വ്യാപിക്കുന്ന ആ മെഡിസിനൽ ഗന്ധം ആ ഹാള് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോ 2 മിനിറ്റും 40 സെക്കൻഡും ആയപ്പോ ആ സ്മെല്ലിന് എന്തോ ഒരു മാറ്റം അനുഭവപ്പെടുകയാണ്. എന്തോ കരിയുന്നത് പോലുള്ള ഒരു ഗന്ധമായി പെട്ടെന്നാണ് അതങ്ങ് മാറിയത്. 2 മിനിറ്റും 42 സെക്കൻഡും ആയപ്പോ ഡോക്ടർ ചേംബർലിൻ അറിയാതെ അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. അദ്ദേഹത്തിനും ആ ഗന്ധത്തിൽ ഉണ്ടായ വ്യത്യാസം നന്നായി അനുഭവപ്പെടുന്നുണ്ട്. ലൈവായി സ്ക്രീനിൽ ഈ വിഷ്വൽ കാണുന്ന ആളുകളും അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. ആ ചേംബറിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റികളിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ആ ചേംബറിനകത്ത് വൻതോതിൽ തീ പിടിച്ചിരിക്കുകയാണ്. ആ കോളറിനകത്ത് തീ ആളിപ്പടരുന്നത് വ്യക്തമായിട്ട് തന്നെ ആളുകൾക്ക് കാണാം. ആ ആളിപ്പടരുന്ന തീ അകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ ശരിക്കും കരിക്കുകയാണ്. അങ്ങനെ ആ ഇൻഗ്രീഡിയൻസ് കരിയുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആ ഒരു ഗന്ധമാണ് പുറത്തേക്ക് ആളുകൾക്ക് ലഭിക്കുന്നത്. ആ കാഴ്ച ലൈവായി നീലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ സദസ്സും എന്താണ് സംഭവിക്കുന്ന അറിയാതെ അമ്പരപ്പോടെ ആ സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കുമ്പോഴേക്കും ഡോക്ടർ ചേംബർലിൻ മുന്നോട്ട് കുതിച്ച് ഡോക്ടർ ഹാൻസന്റെ അടുത്ത് എത്തിയിട്ട് ഹാൻസന്റെ ഷോൾഡർ പിടിച്ച് വലിച്ചൊരു ഏറി. ഹാൻസൺ ആ സ്റ്റേജിൽ നിന്ന് താഴെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് വന്നു വീഴുമ്പോഴേക്കും ഒരു വൻ ശബ്ദം ആളുകൾ കേൾക്കുകയാണ്. ആ സ്റ്റേജിൽ സകലരും കാണുകയെ പടുത്തുയർത്തിയിരുന്ന ആ കൂറ്റൻ ആൽക്കമിക് സ്റ്റൗ കോൾഡ്രൺ അനവധി കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്ന മെഡിസിനൽ ഇൻഗ്രീഡിയൻസും ആ സ്റ്റേജ് മുഴുവൻ അങ്ങനെ ചിതറുകയാണ്. ഡോക്ടർ ചേംബർലിൻ അതിവിദഗ്ധമായി അവിടെ നിന്ന് ഒഴിഞ്ഞ് സ്റ്റേജിന്റെ ഒരു വശത്തേക്ക് മാറിയിട്ടുണ്ട്. ഒരു തലമുടി നാരിന്റെ വ്യത്യാസത്തിലാണ് ഡോക്ടർ ചേംബറിന്റെ പുറത്ത് ആ മെഡിസിൻസ് വിടാതെ പോയത്. അതിസമർത്ഥനായ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് കൂടിയാണ് ഡോക്ടർ ചേംബർലിൻ എന്ന് വിളിച്ചു പറയുന്ന ശൈലിയാണ് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞത്. ഈ സമയത്ത് സകല ആളുകളും അറിയാതെ ആ ക്ലോക്കിലേക്ക് നോക്കി പോവുകയാണ്. 2 മിനിറ്റ് 48 സെക്കൻഡ്. കൃത്യം 2 മിനിറ്റ് 48 സെക്കൻഡുമായപ്പോ ആ കോൾഡ്രൺ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ശരിക്കും സംഭവിക്കില്ല എന്ന് സകലരും ധരിച്ച ഒരു കാര്യം ഇതാ അവരുടെ കൺമുന്നിൽ സംഭവിച്ചിരിക്കുകയാണ്. അസംഭവ്യം എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കിയ ആ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഹാളിനകത്ത് ഇപ്പോ പൂർണ്ണ നിശബ്ദതയാണ്. ആ നിശബ്ദതയ്ക്കിടയിലൂടെ ഡോക്ടർ ചേംബർലിൻ ഓടി ഡോക്ടർ ഹാൻസന്റെ അടുത്തെത്തി. തറയിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് വീണ ഹാൻസനെ ഓഡിയൻസും ഡോക്ടർ ചേംബർലിനും ചേർന്ന് പിടിച്ചെണീപ്പിക്കുകയാണ്. ഹാൻസൺ കുഴപ്പമുണ്ടോ? ഇല്ല ഡോക്ടർ, ഇല്ല. അങ്ങനെ ഹാൻസൺ പറയുമ്പോഴും അയാള് നന്നായി വിറയ്ക്കുന്നുണ്ട്. ശരിക്കും മരണത്തിന്റെ തൊട്ട് മുന്നിൽ നിന്ന് അയാളെ ചേംബർലിൻ പിടിച്ചു മാറ്റുകയായിരുന്നു. ആ കോൾഡറിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന ഹാൻസൺ ഒരു നിമിഷം താമസിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോ അവിടെ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല. അക്കാര്യം 100% ഉറപ്പാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഡോക്ടർ ഹാൻസൺ ഡോക്ടർ ചേംബർലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചേംബർലിന്റെ കണ്ണുകൾ ശരിക്കും ആ ക്ലോക്കിലാണ്. ആ കോൾഡൺ പൊട്ടിത്തെറിച്ച നിമിഷം ആ ക്ലോക്ക് സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ക്ലോക്ക് അവർ സെറ്റ് ചെയ്തിരുന്നത്. കൃത്യം 2 മിനിറ്റും 48 സെക്കൻഡും എന്ന ഒരു നമ്പർ തെളിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. ആ നമ്പറിലേക്ക് ഏതാനും നിമിഷ നേരം സൂക്ഷിച്ചു നോക്കിയ ചേംബർലിൻ സാവധാനം തന്റെ തല തിരിക്കുമ്പോൾ സകല ആളുകളും അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ തലകൾ തിരിക്കുകയാണ്. സകല കണ്ണുകളും ഇപ്പൊ ഒരേ ഒരു ആളിലേക്ക് കോർത്ത് നിൽക്കുകയാണ്. ആ കണ്ണുകളെല്ലാം എത്തിച്ചേരുന്നത് സാക്ഷൽ നീൽ ഗ്രീയിലാണ്. ആ കോൾഡൺ പൊട്ടിത്തെറിക്കുമെന്നുള്ള പ്രവചനത്തിൽ വലിയ അതിശയമില്ല. പക്ഷെ അത് 2 മിനിറ്റും 48 സെക്കൻഡും ആകുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്നുള്ള ആ പ്രവചനം അത് ആളുകൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ ആ പ്രവചനം അവർ കേട്ടു, അത് സംഭവിക്കുന്നവർ കാണുകയും ചെയ്തു. അമാനുഷികനായ ശരിക്കും ദൈവത്തിന് മാത്രം പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ അവരുടെ കൺമുമ്പിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായി ചെറുപ്പക്കാരൻ?
ആ ചെറുപ്പക്കാരൻ ആരെന്ന് അറിയാവുന്ന ചില ആളുകളും ആ കൂട്ടത്തിലുണ്ട്. ആ യങ് മാസ്റ്റർ ലീയും യങ് മാസ്റ്റർ ഹെങ്ങും അവർ രണ്ടുപേരും നേരത്തെ നീലുമായി ഒന്ന് ഉടക്കിയതാണ്. നീൽ അവരെ കൈകാര്യം ചെയ്തതുമാണ്. ഈ സംഭവം കഴിയുമ്പോൾ നീലിനെ കൈകാര്യം ചെയ്യണമെന്ന് അവർ കരുതിയിരിക്കുമ്പോഴാണ് നീല് ആ മെഡിസിൻ കിങ് വാലിയുടെ എല്ലാമായ ഡോക്ടർ ചേംബർലിനുമായി ഒന്ന് ഉടക്കുന്നത് അവർ കാണുന്നത്. ഡോക്ടർ ചേംബർലിൻ 3 ദിവസം നീലിനെ അവിടെ മുട്ടുകുത്തിച്ച് നിർത്തുമെന്ന് കേട്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് അവിടെ കാണുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇതെങ്ങനെ പറഞ്ഞൊപ്പിച്ചു? വല്ലാത്തൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ഈ സമയത്ത് ഡോക്ടർ ചേംബർലിൻ നീലിന് നേരെ നടന്നു വരികയാണ്. തന്നെ നേരെ ഡോക്ടർ ചേംബർലിൻ നടന്നു വരുന്ന കണ്ടതും നീലും കസേരയിൽ എണീറ്റു. യങ് മാൻ, എന്താ താങ്കളുടെ പേര്? എന്റെ പേര് നീൽഗ്രി എന്നാണ്. ഓക്കെ നീൽഗ്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും താങ്കൾ എങ്ങനെയാണ് ഈ പ്രവചനം നടത്തിയത്? ഡോക്ടർ, എല്ലാവർക്കും അവരുടേതായ രഹസ്യങ്ങൾ ഉണ്ടാകില്ലേ? അങ്ങനെ നീല് അർത്ഥോക്തിയിൽ ആ വാചകം നിർത്തി. അത് കേട്ടപ്പോ നമ്മുടെ മെഡിസിൻ കിങ് വാലിയുടെ എല്ലാമായ ഡോക്ടർ ചേംബർലിന്റെ മുഖത്ത് ഒരു ചമ്മല്. അദ്ദേഹം ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്നിട്ട് വീണ്ടും നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ശരിക്കും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇപ്രാവശ്യം ഡോക്ടർ ചേംബർലിൻ നീലിനെ സംബോധന ചെയ്തപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അത് ആളുകളെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ഗ്രീ എന്നാണ് ഡോക്ടർ ചേംബർലിൻ സംബോധന ചെയ്തിരിക്കുന്നത്. ഒരു ബഹുമാനം ആ സംഭാഷണത്തിലുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. നീല് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഞാൻ ഈ ഫയർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാത്താണ് എന്റെ കൾട്ടിവേഷന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് വേഗം മനസ്സിലാക്കും. കൗൾഡ്രൻ തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. താൻ ഒരു ആൽക്കമിസ്റ്റ് ആണെന്നുള്ള കാര്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് നീല് സംസാരിച്ചത്. നീലൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം അവിടെയുള്ള പലരും അറിയാൻ സാധ്യതയുണ്ട്. ഇപ്പോ ആ ജിയാങ്നൻ പ്രോവിൻസിനകത്ത് ഏറ്റവും പ്രബലമായ മാർഷൽ ആർട്സ് കുടുംബം ക്യുൻ ആയിരുന്നല്ലോ. ആ ക്യുൻ കുടുംബം ഇപ്പൊ ഇല്ല. ആ ജിയാങ്നൻ പ്രോവിൻസിനകത്തെ ഏറ്റവും പ്രബലമായ മാർഷൽ ആർട്സ് കുടുംബം ക്യുൻ കുടുംബമായിരുന്നു. ആ ക്യുൻ കുടുംബത്തെ തുടച്ചു മാറ്റിയത് നീൽഗ്രി ആണെന്ന് പലർക്കും അറിയാം. ആ നീൽഗ്രി ആണ് ഈ നിൽക്കുന്ന നീൽഗ്രി എന്ന് തിരിച്ചറിഞ്ഞാൽ നീല് മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. താൻ ഒരു ആൽക്കമിസ്റ്റ് ആണെന്നുള്ള കാര്യം പുറത്തറിഞ്ഞാൽ അത് വലിയ വിഷയമാകുമെന്നും ഒരു ധാരണ നീലിനുണ്ട്. അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു കലയാണ് ഈ ആൽക്കമിസ്ട്രി എന്ന് പറയുന്നത്. ഹെർബ്സിൽ നിന്നും മറ്റു മെറ്റീരിയലിൽ നിന്നും ഒക്കെ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ വളരെ കുറവാണ്. ഇപ്പോ അനവധി യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ മാത്രമാണ് നമ്മുടെ കൈവശം എത്തുന്നത്. ഒരു വ്യക്തി തന്നെ ഉണ്ടാക്കുന്ന മരുന്ന് വളരെ കുറവാണ്. ആയുർവേദവുമായി ബന്ധിപ്പിച്ചുള്ള മരുന്ന് ഉൽപ്പാദനമൊക്കെ വ്യക്തികൾ ചെയ്യുമെങ്കിലും അതൊക്കെ ലോ ലെവലുള്ള മരുന്നുകളാണ്. ഹയർ ലെവലിൽ ഒരാളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ കപ്പാസിറ്റി ഉള്ള അമൂല്യങ്ങളായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാൻ അത്രയും ശേഷിയുള്ള അറിവുള്ള ആളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ശരിക്കും അത്തരം ശേഷിയുള്ള അറിവുള്ള ഒരാളാണ് നീൽഗ്രി. ആ നീൽഗ്രിക്ക് അങ്ങനെ ഒരു അറിവുണ്ട്, ശേഷിയുണ്ട് എന്ന ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടായാൽ അവര് നീലിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അത് ഒഴിവാക്കാനായിട്ടാണ് നീല് താൻ ആൽക്കമിസ്റ്റ് ആണെന്നുള്ള കാര്യം മറച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ ചേംബർലിൻ ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, പക്ഷേ എങ്ങനെ കൃത്യമായിട്ട് ആ 2 മിനിറ്റ് 48 സെക്കൻഡിൽ കൗൾഡ്രൻ പൊട്ടിത്തെറിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റി? ഡോക്ടർ, അത് തികച്ചും ഭാഗ്യമാണ്. ഞാൻ ഒരു ഏകദേശ കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം ഒരു ഊഹം വെച്ച് ഒരു നമ്പർ അങ്ങ് പറഞ്ഞതാണ്. അത് കേട്ടതും ആളുകളുടെ വായിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരികയാണ്. അവരൊരു ദീർഘനിശ്വാസം വിടുകയാണ്. വെറും ഒരു കറക്കിക്കുത്ത് അതാണ് നീല് നടത്തിയത്. ആ കറക്കിക്കുത്ത് നടത്തിയിരിക്കുന്നതോ കൃത്യം 2 മിനിറ്റും 48 സെക്കൻഡും എന്ന് പറയുന്ന ഒരു നമ്പറിലാണ്. ആ നമ്പർ ഇതാ കൃത്യമായിരിക്കുന്നു. അങ്ങനെ കറക്കിക്കുത്താൻ കഴിയുന്ന ഒരാൾ ലോട്ടറി എടുത്താൽ ലോട്ടറി ഉറപ്പായും അയാൾക്ക് അടിക്കും. അതാണ് അയാളുടെ ആ ഭാഗ്യ അന്വേഷണത്തിലെ വിജയത്തിന്റെ തോതെന്ന് പറയുന്നത്. നീലത് പറഞ്ഞപ്പോ പലർക്കും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ആളുകളുടെ മുഖത്തുണ്ടാകുന്ന കൺഫ്യൂഷൻ ഡോക്ടർ ചേംബർലിൻ വ്യക്തമായി മനസ്സിലാക്കി. ഡോക്ടർ ചേംബർലിൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്തോ ആവശ്യവുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് കേട്ടതും നീല് ചുറ്റുമൊന്ന് നോക്കി. ഒരുപാട് ആളുകൾ അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. കാര്യം മനസ്സിലാക്കിയ ഡോക്ടർ ചേംബർലിൻ നീലിനോട് പറഞ്ഞു, ഓക്കെ, പ്ലീസ് കം. നീലും യാനിമയും ഡോക്ടർ ചേംബർലിനൊപ്പം അകത്തേക്ക് നടന്നു. നീലും യാനിമയും ഡോക്ടർ ചേംബർലിനൊപ്പം ആ ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള കോറിഡോറിലോട്ട് ഇറങ്ങി. ആ കോറിഡോർ നേരെ പോകുന്നത് പ്രധാന ബിൽഡിങ്ങിലേക്കാണ്. ആ പ്രധാന ബിൽഡിങ്ങിലേക്ക് നടക്കുമ്പോൾ നീല് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ആ മെഡിസിൻ സിറ്റിക്കുണ്ട്. മെഡിസിൻ വാലി എന്ന് വിളിക്കുമെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതൊരു സിറ്റി തന്നെയാണ്.
നടക്കുന്ന സമയത്ത് ഡോക്ടർ ചേംബർലിൻ നീലിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ ഗ്രീ, താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഏതായാലും താങ്കള് ഞങ്ങളെ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് സംസാരിച്ച് പ്രധാന ഹാളിലെത്തി. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന മുറിയാണ് ഡോക്ടർ ചേംബർലിന്റെ മുറി എന്ന് പറയുന്നത്. ആ മുറിയുടെ നേരെ ഡോക്ടർ ചേംബർലിൻ ഒന്ന് നോക്കിയിട്ട് നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, ഇനി പറഞ്ഞുകൂടി എന്താണ് ആ രഹസ്യമെന്ന്? നീലിനോട് ഡോക്ടർ ചേംബർലിൻ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് യാനിമ കാണുന്നുണ്ട്. യാനിമ പെട്ടെന്ന് ഡോക്ടർ ചേംബർലിനോട് പറഞ്ഞു, ചീഫ്, ഞാൻ ഇവിടെയുള്ള ഈ പൂന്തോട്ടമൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ യാനിമ ആ പൂന്തോട്ടത്തിന് നേരെ നടക്കുകയാണ്. ശരിക്കും യാനിമ അവർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഡോക്ടർ ചേംബർലിനെ ഇനി നീല് കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. നീല് വന്നിരിക്കുന്നത് ഗോസ്റ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ്. അത് തന്റെ സാന്നിധ്യത്തിൽ എന്തായാലും ഡോക്ടർ ചേംബർലിൻ നീലോട് പറയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാനിമയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് യാനിമ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയത്. യാനിമയുടെ ഉദ്ദേശശുദ്ധി സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് മനസ്സിലായി, രണ്ടർത്ഥത്തിലാണെങ്കിലും. യാനിമ പോയി കഴിഞ്ഞതും നീലിനോടായി ഡോക്ടർ ചേംബർലിൻ ചോദിച്ചു, മിസ്റ്റർ നീൽഗ്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ആൽക്കമിസ്റ്റ് അല്ലേ? താൻ പ്രതീക്ഷിച്ച ചോദ്യം ഇതാ ഡോക്ടർ ചേംബർലിൻ നിന്ന് കടന്നു വന്നിരിക്കുകയാണ്. നീല് ഒരു നിമിഷം അദ്ദേഹത്തെ നോക്കിയിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, അതെ, ഞാനൊരു ആൽക്കമിസ്റ്റാണ്. താൻ ഉദ്ദേശിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ചേംബർലിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയാണ്. സാധാരണ ഒരു ആൽക്കമിസ്റ്റിന് ആ കൗൾഡൻ ആ സമയത്ത് പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ കഴിയില്ല. അക്കാര്യം 100% ഉറപ്പാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ശരിക്കും ആ കൗൾഡൻ അകത്തും പുറത്തുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൽ നിന്ന് നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന ജീനിയസ് ആയ ഒരാൾക്ക് മാത്രമേ ആ പ്രവചനം നടത്താൻ കഴിയൂ. തനിക്കൊരിക്കലും അതിന് കഴിയില്ല. അക്കാര്യം ഡോക്ടർ ചേംബർലിന് നന്നായിട്ട് അറിയാം. ഡോക്ടർ ചേംബർലിൻ ഒരു ആൽക്കമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവചിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് നീലിനോട് ആ ചോദ്യം ചോദിച്ചത്. നീല് ആൽക്കമിസ്റ്റ് ആണെന്ന് സമ്മതിച്ചതും ചേംബർലിൻ സന്തോഷത്തോടെ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, താങ്കൾക്ക് ഏത് ഗ്രേഡിലുള്ള പില്ല് ഉണ്ടാക്കാൻ പറ്റും? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ, ഞങ്ങളുടെ ഈ മെഡിസിൻ കിങ് വാലിയിൽ ഏറ്റവും നന്നായി പിൽസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം 4th ഗ്രേഡിലെ ഒരു 5th ലെവലിലെ പിൽസ് ഒക്കെ ഉണ്ടാക്കും. ഓരോ ഗ്രേഡിലും 9 ലെവലിലുള്ള പിൽസ് ഉണ്ട്. ശരിക്കും ഗ്രേഡ് എന്ന് പറയുന്നത് ആ ഗുളിയുടെ പുറത്തുണ്ടാകുന്ന വളയങ്ങളുടെ എണ്ണമാണ്. 1ാം ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു വളയമേ കാണും. 2ാം ഗ്രേഡിൽ 2 വളയം. അങ്ങനെ 9 ഗ്രേഡ് ഉണ്ടെങ്കിൽ 9 വളയം കാണും. ആ 9 വളയവും ഏത് ലെവലിലാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ശരിക്കും ഈ പില്ലിന്റെ നിറവും ആ വളയങ്ങളുടെ ഒരു ചേർച്ചയും കറക്റ്റ് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏത് ലെവലിലുള്ള പില്ലാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ആ മെഡിസിൻ കിങ് വാലിയിൽ ഉണ്ടാക്കപ്പെട്ടുള്ള ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ പില്ലെന്ന് പറയുന്നത് 4th ഗ്രേഡിലെ 5th ലെവലാണ്. ചേംബർലിന്റെ ആ കമന്റിന് മറുപടിയായി നീല് പറഞ്ഞു, ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റാ ഉണ്ടെങ്കിൽ എനിക്ക് 4th ഗ്രേഡിലെ ഒരു 8th ലെവൽ പിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടി നല്ല കണ്ടീഷൻസ് നൽകിയാൽ എനിക്ക് 5th ഗ്രേഡും പറ്റും. നീലിന്റെ മറുപടി കേട്ട ചേംബർലിൻ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവിടെ ആ 4th ഗ്രേഡിലെ 5th ലെവൽ പില്ല് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് 10-70 വയസ്സ് പ്രായം വരും. നീലിനേക്കാൾ ഒരു 55 വയസ്സെങ്കിലും അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നീലിനേക്കാൾ അയാൾക്ക് കൂടുതലാണെന്നാണ്. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ ലെവല് കൂടിയ പില്ലുണ്ടാക്കാൻ നീലിന് പറ്റുമെന്നാണ് നീലിത പറയുന്നത്. ഈ നീൽഗ്രിയെ മെഡിസിൻ കിങ് വാലിയുടെ ഭാഗമാക്കാൻ പറ്റിയാൽ അതൊരു വല്ലാത്ത ബോണസ് ആയിരിക്കും. അങ്ങനെ ഒരു ചിന്ത ചേംബർലിന്റെ മനസ്സിലേക്ക് വന്നതും ചേംബർലിൻ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, തെറ്റിദ്ധരിക്കരുത്. ശരിക്കും താങ്കൾക്ക് ഈ പറഞ്ഞ കാര്യം നടപ്പിലാക്കി കാണിക്കാൻ പറ്റൂ. പിന്നെന്താ, എനിക്ക് ആൽക്കമി ലാബിലേക്ക് പ്രവേശനം നൽകിയാൽ മതി, ഞാനത് ഉണ്ടാക്കി കാണിക്കാം. വളരെ ആത്മവിശ്വാസത്തോടെ നീൽ അങ്ങനെ പറഞ്ഞതും ഡോക്ടർ ചേംബർലിൻ നീലിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലാബിലേക്ക് കടന്നു. അതിമനോഹരമായ ഒരു കൗൾഡനുള്ള ഒരു ലാബിലേക്കാണ് നീലിനെ ചേംബർലിൻ കൊണ്ടുവരുന്നത്. ആ കൗൾഡൻ കണ്ടപ്പോൾ നീലിന് ഒരുപാട് സന്തോഷമായി. അല്പം ഗ്രേഡ് കൂടിയ ഒരു ആൽക്കമി സ്റ്റൗ ആണ് അവിടെ ഉള്ളത്. അതിന്റെ ഫർണസ് സംവിധാനമാണെങ്കിലും ആ കൗൾഡന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ എല്ലാത്തിനും ഒരു ഹൈ ക്ലാസ് നിലവാരമുണ്ട്. നീല് ആ കൗൾഡനെ നോക്കിയിട്ട് ഡോക്ടർ ചേംബർലിനോട് പറഞ്ഞു, ഞാനൊരു 4th ഗ്രേഡിലെ 8th ലെവലിലുള്ള ഒരു പില്ലുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ നീല് പെട്ടെന്ന് ആ ലാബിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി. ഇഷ്ടംപോലെ മെഡിസിനൽ ഹെർബ്സ് അവിടെ ഉണ്ട്. ഡോക്ടർ ചേംബർലിന്റെ പേഴ്സണൽ ലാബ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്ത് നീല് അതിവേഗം ആ കൗൾഡൻ റെഡിയാക്കുകയാണ്.
ആ കൗൾഡൻ റെഡിയാക്കാനായി നീൽ ആ കൗൾഡനിൽ ഒന്ന് തട്ടിയതും ആ കൗൾഡൻ പെട്ടെന്നങ്ങ് തീ പിടിക്കുകയാണ്. ആ തീ അതെവിടെ നിന്ന് വന്നു? ആ ഒരു ചോദ്യമാണ് ആദ്യം സാക്ഷാൽ ചേംബറിന്റെ മനസ്സിലുണ്ടാകുന്നത്. സാധാരണഗതിയിൽ താഴെയുള്ള ഫർണസ് കത്തിച്ചാൽ മാത്രമേ ആ കൗൾഡറിന് തീ പിടിക്കത്തുള്ളൂ. ഇവിടെ ആ ഫർണസ് കത്തിയിട്ടില്ല, പക്ഷേ ആ കൗൾഡറിന് ചുറ്റും തീയുണ്ട്. കൗൾഡറിന് ചുറ്റും മാത്രമല്ല, കൗൾഡറിനകത്തും തീ ഉണ്ടെന്ന് അല്പസമയത്തിനകം അദ്ദേഹത്തിന് മനസ്സിലായി. ആ കൗൾഡറിനകത്തെ തീ ശരിക്കും ചേംബറിനെ ഞെട്ടിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്. നീല കളക്ട് ചെയ്ത ആ ഇൻഗ്രീഡിയൻസ് നീല് ഒരു മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. ആ മേശപ്പുറത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കി ബോധ്യപ്പെട്ട നീല് കയ്യൊന്ന് അനക്കിയതും ശരിക്കും രസകരമായ ഒരു മാജിക് ഷോ അവിടെ ചേംബർലിൻ കാണുകയാണ്. ആ ഇൻഗ്രീഡിയൻസ് ആ മേശപ്പുറത്തുനിന്ന് ഇങ്ങനെ പറന്ന് പൊങ്ങി ഒഴുകി നേരെ വന്ന് ആ കൗൾഡറിനകത്തേക്ക് വീഴുകയാണ്. ആരോ ആ സംവിധാനത്തെ എടുത്തുകൊണ്ട് പോയി ഇടും പോലെ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് വീഴുകയാണ്. കൃത്യ ഇന്റർവെല്ലുകളിൽ ആ കൗൾഡറിനകത്തേക്ക് ആ സാധനങ്ങൾ ഒന്നൊന്നായി വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സാധനങ്ങൾ വീഴുന്നതനുസരിച്ച് അകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നു വ്യക്തവുമാണ്. കൗൾഡറിനകത്ത് ജലം ചൂടായി തുടങ്ങി. ആവി പുറത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് വീഴുന്ന ഇൻഗ്രീഡിയൻസുമായി കല്ലുന്നതിന്റെ ഫലമായിട്ട് പതുക്കെ പതുക്കെ ആ മുറിയിൽ ഒരു മെഡിസിൻ ഫ്രാഗ്രൻസ് പരന്നു വരികയാണ്. ഒരു രസകരമായ അനുഭൂതികരമായ ഒരു സുഗന്ധം. അതിനകത്ത് റിച്ച് ആയിട്ടുള്ള മെഡിസിന്റെ ഘടകങ്ങളുണ്ട്. ഈ അനുഭൂതി തന്നെ ഡോക്ടർ ചേംബർലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ചേംബർലിൻ മറ്റൊരു കാര്യം കാണുന്നത്. സാക്ഷാൽ നീൽഗിരി നിന്ന സ്ഥലത്ത് നിന്ന് സാവധാനം മുകളിലേക്ക് പൊങ്ങി. ശുദ്ധശൂന്യതയിൽ അന്തരീക്ഷത്തിൽ നീൽ അങ്ങനെ നിൽക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നീലിന്റെ വലത് കൈ ആ കൗൾഡറിന്റെ മുകളിലാണ്. ആ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം ആ കൗൾഡറിനകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ആ പ്രകാശം ആ കൗൾഡറിനകത്തേക്ക് വീഴുമ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഗന്ധത്തിന് പതുക്കെ ഒരു മാറ്റം വരികയാണ്. ശരിക്കും നമ്മളെ പിടിച്ച് നിർത്തി പോകുന്ന ശൈലിയിൽ വല്ലാത്തൊരു പ്രത്യേകതയുള്ള ഒരു മെഡിസിന്റെ ഗന്ധം. അതാണ് ഇപ്പോ ആ കൗൾഡറിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. ആ കൗൾഡറിന്റെ അടപ്പ് ഒന്ന് മാറ്റി ആ അടപ്പിനടിയിലേക്ക് കയ്യിലെ പ്രകാശത്തെ ചലിപ്പിച്ച നീല് അല്പം കഴിഞ്ഞതും ആ അടപ്പം അടച്ചു. സാവധാനം നീല് താഴെ വന്ന് നിൽക്കുകയാണ്. ഇത്രയും സമയം ചേംബർലിന്റെ അന്തം വിട്ട പെരിച്ചാഴിയെ പോലെ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് അദ്ദേഹം ഇത്രയും നേരം കണ്ടത്. ഒരു മനുഷ്യൻ ശുദ്ധശൂന്യതയിൽ അങ്ങനെ അങ്ങ് നിൽക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? വായുവിൽ കട്ടിയുള്ള ഒരു പദാർത്ഥവും അങ്ങനെ തങ്ങി നിൽക്കില്ല എന്ന് ഡോക്ടറായ ചേംബർലിന് നന്നായിട്ട് അറിയാം. പക്ഷെ അയാൾക്ക് ഇപ്പൊ കണ്ട കാഴ്ചയെ എങ്ങനെയാണ് ഈ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കേണ്ടതെന്ന് മാത്രം അറിയത്തില്ല. അത് കണ്ടതാണ് സാക്ഷാൽ നീൽഗിരി അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുന്നത്. ഡോക്ടർ ചേംബർലിൻ തന്റെ കണ്ണൊക്കെ ഒന്ന് തുടച്ചു നോക്കുമ്പോൾ നീല് സൃഷ്ടിച്ച തീ പതുക്കെ പതുക്കെ അങ്ങ് അണഞ്ഞു. ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞതും ആ കൗൾഡറിനകത്തുനിന്ന് നീല് കുറച്ച് ഗുളികകൾ പുറത്തെടുത്തു. അതെടുത്ത് മേശപ്പുറത്ത് ഒരു പ്ലേറ്റിലേക്ക് നീല് നിരത്തി വെച്ചതും ചേംബർലിൻ ഒരു കുതിപ്പിന് അവിടെ എത്തി. അവിടെ കുതിച്ചെത്തിയ ചേംബർലിൻ ആ ഗുളികൾ കണ്ട് ഒരിക്കൽ കൂടി ഞെട്ടിപ്പോവുകയാണ്. നീല് പ്രവചിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 4th ഗ്രേഡിലെ 8th ലെവൽ ഗുളികകളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശരിക്കും അമൃതന് തുല്യമായ മരുന്നാണ് ഈ ഡിവൈൻ മരുന്നുകൾ എന്ന് പറയുന്നത്. ആ ഡിവൈൻ മരുന്നുകളിൽ 4th ഗ്രേഡിൽ 8th ലെവലിലെ ഒരു മരുന്നാണ് നീൽഗിരി സൃഷ്ടിച്ചത്. താൻ കണ്ട കാഴ്ച മറ്റാരെങ്കിലും തന്നോട് പറഞ്ഞാൽ ചേംബർലിൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം അത് അനുഭവിച്ചറിയുകയാണ്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡിവൈൻ ആൽക്കമിസ്റ്റ് ആണ് സാക്ഷാൽ നീൽഗിരി. ആ കാര്യത്തിൽ ചേംബർലിന് ഒരു സംശയമില്ല. ചേംബർലിൻ 2 കൈകൊണ്ടും നീൽഗിരിയെ തൊഴുതുകൊണ്ട് ഗിരിയോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, ഇനി നിങ്ങൾ ചോദിക്കൂ, എന്താണ് ഞാൻ പറയേണ്ടത്? ഡോക്ടർ ചേംബർലിൻ, എനിക്ക് നിങ്ങൾ ഇന്ന് അറിയേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. നീൽഗിരി സിമ്പിൾ കാര്യമാണ് അറിയേണ്ടതെന്ന് പറയുമ്പോഴും ഡോക്ടർ ചേംബർലിന് ഒരു കാര്യം അറിയാം, അത് സിമ്പിൾ ആയിരിക്കില്ല. സിമ്പിൾ ആണെങ്കിൽ നീല് അവിടെ അങ്ങനെ അങ്ങ് വരില്ല. എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ് നീല് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ ചേംബർലിൻ നീലെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ചേംബർലിനോടായി പറഞ്ഞു, എനിക്കറിയേണ്ടത് ഗോസ്റ്റ് പ്രിസനെ കുറിച്ചാണ്. ഗോസ്റ്റ് പ്രിസനെ കുറിച്ചാണെന്ന് നീല് പറഞ്ഞതും ചേംബർലിന്റെ കാലൊന്ന് ഇടറി. അയാള് പെട്ടെന്ന് ആ ടേബിളിൽ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അയാൾ താഴെ വീടനെ. അയാളെ ആ പദം അത്രയ്ക്ക് ഭയപ്പെടുത്തിയെന്ന് വ്യക്തം. ഭയന്നുപോയ ചേംബർലിൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗിരി, സോറി, അത് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. ചേംബർലിൻ അത് പറഞ്ഞതും ശരിക്കും നീലിന്റെ ബോഡി ഒന്ന് വിറച്ചു എന്ന് പറയാം. നീലിന്റെ കൈ ഒന്ന് അനങ്ങിയതും ബോഡിക്ക് ചുറ്റുമായി അതിശക്തമായ ഒരു ഓറ പെട്ടെന്നാണ് അങ്ങ് ഉദയം കൊള്ളുന്നത്. ശക്തമായ ഒരു ഓറ നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി പെട്ടെന്നൊരു ചുവപ്പ് ഓറ ഉണ്ടാവുകയാണ്. ആ ചുവപ്പ് ഓറ അതിശക്തമായി അങ്ങനെ വളരുമ്പോൾ ഒരു മുരൾച്ചയുടെ ശബ്ദവും സാക്ഷാൽ ചേംബർലിൻ കേൾക്കുകയാണ്. ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഡോക്ടർ ചേംബർലിൻ കാണുന്നത്. സാക്ഷാൽ നീൽഗിരിക്ക് ചുറ്റുമായി കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ഡ്രാഗൺ അങ്ങനെ വലയം ചെയ്യുകയാണ്. നീലിന് ചുറ്റുമുള്ള ആ ഡ്രാഗന്റെ തീക്ഷ്ണമായ കണ്ണുകൾ
നീലിന്റെ തലയ്ക്ക് മുകളിൽ നിന്ന് ഡോക്ടർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അത് കണ്ടതും ഡോക്ടർ ചേംബർലൻ മുട്ടിടിച്ച് താഴേക്ക് വീണു. ഭയന്നുപോയ ചേംബർലൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ശരിക്കും എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ മരിക്കും. മിസ്റ്റർ ഗ്രീ, എന്റെ ബോഡിക്കുള്ളിൽ ഒരു സീലുണ്ട്. ആ സീല് എന്നെ അത് പറയാൻ അനുവദിക്കില്ല. ഡോക്ടർ ചേംബർലൻ അത് പറയുമ്പോ സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് നീൽ ആ ശബ്ദം കേട്ടു. ഹേയ് നീൽ, അയാൾ പറഞ്ഞത് സത്യമാണ്. അയാളുടെ ബോഡിക്കുള്ളിൽ ഒരു സീലുണ്ട്. പക്ഷെ നീൽ, ആ സീല് തകർക്കാൻ എളുപ്പമല്ല. സീല് തകർത്താൽ ആ നിമിഷം ആ സീല് വെച്ച ആള് വിവരമറിയും. നീല് ഉടൻ ആ ബ്ലാക്ക് വസ്ത്രധാരിയോട് ചോദിച്ചു, സീനിയർ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? നീൽ, അയാളുടെ ബോഡിയിലുള്ള ആ സീല് നമ്മൾ തകർത്താലാണ് പ്രശ്നം. പക്ഷേ എനിക്ക് വേറൊരു വിദ്യ അറിയാം. അയാളുടെ ബോഡിയിലൂടെ എനിക്ക് ആ സീല് വെച്ച ആളുടെ ഉള്ളിലേക്ക് കടന്ന് അയാളുടെ ബോഡിക്കുള്ളിലെ സീല് തകർക്കാൻ അറിയാം. അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ശരിക്കും ആ കറുത്ത വസ്തുധാരി നീലിനോട് പങ്കുവച്ചത്. നീൽ, ബി റെഡി. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ അടുത്ത നിമിഷം നീലിന്റെ ബോഡി അങ്ങ് കൺട്രോൾ ചെയ്തെന്ന് പറയാം. ആ ബോഡി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നീൽ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. നീൽ, റെസിസ്റ്റ് ചെയ്യരുതേ. അധികം സമയം മെനക്കെടുത്താതെ തന്നെ ആ കറുത്ത വസ്തുധാരി നീലിന്റെ ബോഡിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ ബോഡിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ആ ബ്ലാക്ക് വസ്ത്രധാരി കൈ ഒന്ന് ഉയർത്തിയതും നീലിന്റെ വിരലുകളിൽ നിന്ന് ഒരു പ്രകാശം അതിവേഗം ചേംബറിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. ആ പ്രകാശം ചേംബറിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ അവിടെ പെട്ടെന്നാണ് ഏകദേശം വൃത്താകൃതിയിലുള്ള ഒരു സീല് പ്രത്യക്ഷപ്പെടുന്നത്. ആ സീല് ചേംബറിന്റെ ബോഡിക്കുള്ളിലെ ഒരു രക്ഷാ കവചമാണ്. ചേംബറിന്റെ ബോഡി ആരെങ്കിലും സമീപിച്ചാൽ ആ നിമിഷം ആക്ടിവേഷൻ ചെയ്യപ്പെടത്തക്ക രീതിയിൽ ഒരു സീല് അയാളുടെ ബോഡിക്കുള്ളിൽ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുകയാണ്. ആ സീലിലേക്കാണ് ഇപ്പോ ആ പ്രകാശം കടന്നു കയറിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്ന അറിയുമ്പോൾ ആ പ്രകാശം ആ സീലിനെ ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങിയെന്ന് പറയാം. ആ സമയത്ത് അങ്ങ് ഗോസ്റ്റ് പ്രിസണിൽ ഒരു മുറിയിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ തന്റെ എതിരെ ഇരിക്കുന്ന രണ്ടാളുകളോട് സംസാരിക്കുകയാണ്. ആ പ്രായമുള്ള മനുഷ്യനെ കണ്ടാൽ നമുക്കൊരു ആടിനെ ഓർമ്മ വരും. ആടിൻ്റെതുപോലെ നീണ്ട മുഖമുള്ള ആ പ്രായമുള്ള മനുഷ്യനാണ് തന്റെ എതിരെ ഇരിക്കുന്ന ഒരു പുരുഷനോടും സ്ത്രീയോടും സംസാരിക്കുന്നത്. മിസ്റ്റർ ആർതർ, നിങ്ങൾ ഈ ബലം പിടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങളോട് ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ആ രഹസ്യം അത് നിങ്ങൾ പങ്കുവെച്ചേ പറ്റൂ. അതിന് മറുപടിയായി ആർതർ പറഞ്ഞു, നോക്ക്, നിങ്ങൾ എന്നെ പീഡിപ്പിച്ച് കൊല്ലുകയോ എന്റെ ദേഹം വെട്ടിനുറുക്കി എന്നെ അവസാനിപ്പിക്കുകയോ ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് കത്തിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ തടവിലിടുകയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനത് പറയില്ല. ആർതർ അത് പറഞ്ഞതും ആർതറിന്റെ കൂടെ ഇരിക്കുന്ന സാക്ഷാൽ ജിയാങ് യൂറോങ് പറഞ്ഞു, അതെ, ഞാനും പറയില്ല. ജിയാങ് യൂറോങ്ങും ആർതർ ഗ്രീയും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ആ ആട് മനുഷ്യനോട് പറയുകയാണ്, അവര് പറയില്ലെന്ന്. അങ്ങനെ പറഞ്ഞ അവരോടായി ആ ആട് മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ഒരു മോഹവുമില്ലേ? ഞങ്ങൾ എന്തിനു ജീവിച്ചിരിക്കണം? ഞങ്ങളുടെ എല്ലാമായിരുന്നു ഞങ്ങളുടെ നീൽ. അവൻ മരിച്ചില്ലേ? ഇനി ഞങ്ങള് ജീവിച്ചാലെന്ത്, മരിച്ചാലെന്ത്? അത് കേട്ടപ്പോ ആ ആട് മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചു. ഹേയ് ആർതർ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്ലൗഡ് ലേക്ക് മാനറിൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ നിങ്ങളുടെ മകനെ യൂറോങ് ആ കോയിൻ റിവറിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോ അവൻ ഞങ്ങളുടെ കൈയാൽ കൊല്ലപ്പെടാതിരിക്കണം എന്നൊരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അന്ന് ആ നദിയിൽ വീണ നീല് മരിച്ചില്ല. അവനിപ്പോഴും ഉണ്ട്, ജീവനോടെ ഉണ്ട്. അവനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആ 2 ജിയാങ് യൂറോങ്ങിനെയും ആർതർ ഗ്രീയെയും ശരിക്കും ആ വാർത്ത വലത് ഞെട്ടിപ്പിക്കുകയും അതേസമയത്ത് അവരുടെ കണ്ണ് നിറയിപ്പിക്കുകയും ചെയ്തു. മരിച്ചു എന്ന് അവർ കരുതിയിരുന്ന അവരുടെ നീൽഗ്രി ഇതാ ജീവിച്ചിരിക്കുന്നു എന്ന് അവർ അറിയുകയാണ്. അവരുടെ മുഖത്തെ ആ സന്തോഷം കണ്ട ആ ആട് മനുഷ്യന് വലിയ സന്തോഷമായി. അയാള് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നോക്ക്, നീൽ ജീവിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയും സന്തോഷമായി. നിങ്ങൾ ആ വിവരം എനിക്ക് നൽകിയാൽ നിങ്ങളെ ഞാൻ നീലിനൊപ്പം വിടാം. ഞങ്ങൾക്ക് നിങ്ങൾ ഒരു അനിവാര്യ ഘടകമേ അല്ല. ഞങ്ങൾക്ക് വേണ്ടത് ആ രഹസ്യം അത് മാത്രമാണ്. അത് കേട്ടപ്പോ ഹാർദഗ്രി ഒന്ന് ചിരിച്ചു. ഹേയ്, നിങ്ങളുടെ അടവെനിക്ക് മനസ്സിലായി. മരിച്ചുപോയ എന്റെ മകൻ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അങ്ങനെ ആർദ്രഗിരി പറഞ്ഞതും ശരിക്കും ദേഷ്യം വന്ന ആ ആട് മനുഷ്യൻ കൈ ഉയർത്തി ആർദ്രയെ ആഞ്ഞടിക്കാനായിട്ട് പോയതും അയാള് ഇരുന്ന സീറ്റിൽ നിന്ന് പുറകോട്ട് അങ്ങ് തെറിച്ചു. പുറകോട്ട് തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീണ അയാളുടെ വായിക്കൂടി ചോര കൂടുകൂടാ പുറത്തേക്ക് ഒഴുകുകയാണ്. ശരിക്കും ഒരു മാജിക് ഷോ കാണുന്ന ശൈലിയിലാണ് ആർതറും
യൂറോങ്ങും ആ കാഴ്ച കണ്ടത്. സ്ഥിരമായി ആർഥറെയും യൂറോങ്ങിനെയും അയാൾ ഉപദ്രവിക്കാറുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇതാ അവരെ ഉപദ്രവിക്കാനായി കൈ ഉയർത്തിയ ആ മനുഷ്യൻ തെറിച്ചു പോയിരിക്കുകയാണ്. ആരോ അയാളെ എടുത്ത് ചുവരിലേക്ക് എറിഞ്ഞതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ചുവരിലടിച്ച് തറയിലേക്ക് വീണ ആ മനുഷ്യന്റെ കണ്ണ് തള്ളി വരികയാണ്. അയാളുടെ വായിക്കൂടി ചൂടുചോര പുറത്തേക്ക് വരികയാണ്. ഈ റൂമിന്റെ വാതിലിന് പുറത്ത് നിൽക്കുന്ന ആ ജയിലിലെ മറ്റാളുകൾ ആ സംഭവം കണ്ടു. അവരോടി അകത്തേക്ക് വന്നു. അവരെ ഓടി വന്ന് ആ മനുഷ്യനെ തൂക്കിയെടുക്കുകയാണ്. മാസ്റ്റർ, എന്തു പറ്റി? ശരിക്കും അയാൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അയാളെ അവര് അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾ ആ മുറിയുടെ വാതിലങ്ങ് അടച്ചു. വാതിലടച്ച് അവരങ്ങ് പോകുമ്പോൾ ആർതർ യൂറോങ്ങിനോട് പറഞ്ഞു, യൂറോ, നീലിന്റെ പേര് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തിയത്. അത് കേട്ടതും യൂറോ പറഞ്ഞു, ഏയ് ആർതർ, അതല്ല, എനിക്ക് ഉറപ്പാണ് നമ്മുടെ മകൻ നീല് ജീവിച്ചിരിപ്പുണ്ട്. അത് ഒരു അമ്മയ്ക്ക് മനസ്സിലാകും. എന്റെ ഹൃദയം എന്നോട് പറയുന്നു നമ്മുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. എനിക്ക് ഉറപ്പാണ് അവൻ ഇവിടെ ഈ തടവറയിലെത്തി നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ യൂറോങ് പറഞ്ഞപ്പോ ആർതറുടെ മുഖത്തും ഒരു വല്ലാത്ത പ്രതീക്ഷയും ഒരു പുഞ്ചിരിയും ഉണ്ടാകുകയാണ്. അവരെങ്ങനെ നീലിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. അവരവസാനമായി നീലിനെ കാണുമ്പോൾ നീലിന് 16 വയസ്സാണ് പ്രായം. നല്ല രസമുള്ള ഒരു കുട്ടിയായിരുന്നു ആ കാലഘട്ടത്തിൽ നീൽഗിരി. അവനിപ്പോ 8 വർഷം കൂടി പ്രായം വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവനെ കാണാൻ എങ്ങനെ ഉണ്ടാവും? അവന് മീശയൊക്കെ വന്ന് കാണുമോ? അവൻ കാണാൻ കൂടുതൽ സുന്ദരനായി കാണുമോ? നല്ല തടിയൊക്കെ ഉണ്ടാവും? അവരെങ്ങനെയാണ് ഇത്രയും നാള് ജീവിച്ചിരുന്നത്? ആരാ അവനെ സംരക്ഷിച്ചത്? അവൻ ശരിക്കും അവരെ സംരക്ഷിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായി വളർന്നിട്ടുണ്ടാവും? ഒരുപാട് ചോദ്യങ്ങൾ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാന്നല്ലാതെ രണ്ടുപേർക്കും ഉത്തരങ്ങളൊന്നും ഇല്ലല്ലോ. അവരെങ്ങനെ സംസാരിക്കുമ്പോൾ നേരത്തെ അവിടെ ആ ഛർദിച്ച വ്യക്തിയെ ഡോക്ടേഴ്സിനടുത്തേക്ക് അവരെത്തിച്ചിരുന്നു. കൂടെ ആ ആളെ എടുത്തുകൊണ്ട് പോയ ആളുകൾ. ആ വ്യക്തിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവസാനം തീർത്തു പറഞ്ഞു, ഇതെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് രക്തം പുറത്തേക്ക് വരികയായിരുന്നു. അകത്ത് കാപ്പിലറികൾ എന്തോ പൊട്ടിയതാണ്. കാപ്പിലറികളോ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിപ്പമുള്ള ഏതോ രക്തധമനികളോ പൊട്ടിയിരിക്കുകയാണ്. പൊട്ടി രക്തം വായ്ക്കുടി പുറത്തേക്കിന് ഒഴുകിയായിരുന്നു. എന്തായാലും ആ ഡോക്ടേഴ്സ് കാര്യമായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അയാളെ രക്ഷിക്കാനായി. ഈ സമയത്ത് അവിടെ നീലിന്റെ കൈവിരലിന്റെ മുന്നിൽ നിൽക്കുന്ന ചേംബർലൻ ശരിക്കും കാലുകൾ നിലത്തുനിന്ന് ഉറപ്പിച്ചു. അയാളുടെ ബോഡിയിൽ നിന്ന് എന്തോ ഒഴിഞ്ഞു പോയതുപോലെ ഒരു ഫീൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. ഒരു വല്ലാത്ത ആശ്വാസമായിട്ട് തോന്നുകയാണ്. നീലിന്റെ ബോഡിയിൽ നിന്ന് ഈ സമയത്ത് ആ ബ്ലാക്ക് മനുഷ്യൻ ഒഴിഞ്ഞിരുന്നു. മിസ് ഗ്രീ, ശരിക്കും എന്റെ ഉള്ളിലുണ്ടായിരുന്ന സീല് പോയി കേട്ടോ. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ എന്നിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ റെസ്ട്രിക്ഷൻ പോയി. മിസ് ഗ്രീ, ഞാൻ ഇനി തുറന്നു പറയാം. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാം. മിസ് ഗ്രീ ചോദിച്ചില്ലേ ആ ഗോസ്റ്റ് പ്രിസൺ? ശരിക്കും ആ ഗോസ്റ്റ് പ്രിസൺ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഗോസ്റ്റ് പ്രിസൺ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ എനിക്കറിയാം. ഓരോ തവണ എന്നെ ഗോസ്റ്റ് പ്രിസണിലേക്ക് വിളിക്കുമ്പോഴും അവര് ഒരു സ്ഥലം പറയും. ഞാൻ ആ സ്ഥലത്തെത്തും. അവിടെ ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഒരാള് എന്റെ അടുത്ത് വരും. എന്നെ കൂട്ടി കാറിലേക്ക് കയറും. തുടർന്ന് എന്റെ കണ്ണ് കെട്ടും. പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഗോസ്റ്റ് പ്രിസണിനകത്തായിരിക്കും. പക്ഷേ ആദ്യത്തെ തവണ എന്നെ കൊണ്ടുപോയത് ക്യാപിറ്റലിലെ പ്രധാന സ്റ്റേഡിയത്തിന് സമീപത്താണ്. രണ്ടാമത്തെ തവണ എന്നെ കൊണ്ടുപോയതും ക്യാപിറ്റലിലേക്ക് തന്നെയാണ്. അവിടെ ക്യാപിറ്റലിലെ ആ മ്യൂസിയത്തിനടുത്താണ് എന്നെ കൊണ്ടുപോയത്. മൂന്നാമത്തെ തവണ എന്നെ കൊണ്ടുപോയത് ക്യാപിറ്റൽ തന്നെയുള്ള ആ മാർക്കറ്റിന് സമീപത്തേക്കാണ്. പ്രധാന മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടേക്ക്. അങ്ങനെ പല സ്ഥലത്തും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ എല്ലാ സ്ഥലങ്ങളും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ എവിടെയാണ് ഈ ഗോസ്റ്റ് പ്രിസൺ ചോദിച്ചാൽ എനിക്കറിയില്ല. ഏതാനും ദിവസങ്ങൾക്കകം ഞാൻ ക്യാപിറ്റൽ സിറ്റി ചെല്ലണമെന്ന് എനിക്കൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചെല്ലേണ്ടത് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് ഞാനൊരു ഹോട്ടലിൽ മുറി എടുക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ എനിക്കറിയാം. എന്നെ സ്വീകരിക്കാൻ വരുന്ന ആള് ആ യൂണിവേഴ്സിറ്റി അടുത്തായിരിക്കും എത്തുക. ഗോസ്റ്റ് പ്രിസൺ ക്യാപിറ്റലിലാണെന്നും നേരത്തെ ചേംബർലൻ സൂചിപ്പിച്ച യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, മ്യൂസിയം, യൂണിവേഴ്സിറ്റി തുടങ്ങിയവയ്ക്ക് സമീപത്താണെന്നുള്ള ഏകദേശ ധാരണയിലേക്ക് ഇപ്പോ നീൽ എത്തിക്കഴിഞ്ഞു. താൻ ക്യാപിറ്റലിലേക്ക് പോകേണ്ട സമയമായി. ആ ഒരു ധാരണയോടുകൂടി ചേംബർലനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നീൽ ഇറങ്ങാൻ പോയതും ചേംബർലൻ നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, എന്റെ ഒരു അപേക്ഷ സ്വീകരിക്കാം. എന്നാ മിസ് ചേംബർലൻ? മിസ് ഗ്രീ, എന്റെ ഈ മെഡിസിൻ കിങ് വാലി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങേക്ക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി കൂടെ? ഹേയ് ഡോക്ടർ, അങ്ങനെ എവിടെയെങ്കിലും കണക്റ്റായി നിൽക്കാൻ ഇപ്പോ എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മിസ് ഗ്രീ, അങ്ങേക്ക് സമയമുള്ളപ്പോൾ വന്നാൽ മതി. ഞങ്ങൾക്ക് പറയാമല്ലോ മിസ് ഗ്രീ ഞങ്ങളുടെ അഡ്വൈസറാണെന്ന്. കേട്ടപ്പോ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോ നീല് സമ്മതിച്ചു. നീല് സമ്മതിക്കുന്ന സമയത്ത് നീൽ അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ആ മെഡിസിൻ കിങ് വാലിയുടെ സ്ട്രക്ചർ അനുസരിച്ച് 2 പോസ്റ്റുകളാണ് ഏറ്റവും ഉന്നതമായ പോസ്റ്റുകൾ. അതിലൊന്ന് ഡോക്ടർ ചേംബർലന്റെ പോസ്റ്റാണ്, മറ്റൊന്ന് അഡ്വൈസറുടെ പോസ്റ്റാണ്.
ആ അഡ്വൈസർ പോസ്റ്റിലേക്കാണ് നീലിത കടന്നു വന്നിരിക്കുന്നത്. ഡോക്ടർ ചേംബർലിനൊപ്പം പവറുള്ള ഒരു പോസ്റ്റ്. ഡോക്ടർ ചേംബർലിന്റെ പോസ്റ്റ് ഏറ്റെടുക്കാൻ നീൽ തയ്യാറാണെങ്കിൽ അതും നീലിന് കൊടുക്കാൻ ഡോക്ടർ ചേംബർലിൻ ഒരുക്കവുമാണ്. അദ്ദേഹത്തെക്കാൾ വളരെ വളരെ മുകളിൽ നിൽക്കുന്ന ആൽക്കമിസ്റ്റ് ആണ് നീൽ ഗ്രീൻ. അക്കാര്യം ഡോക്ടർ ചേംബർലിന് വ്യക്തമായും അറിയാം. അതോടൊപ്പം ചേംബർലിൻ സ്വയം അനുഭവിച്ചറിഞ്ഞതാണ്. എത്രയോ എത്രയോ കാലങ്ങളായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ രഹസ്യ സീലിനെ നിഷ്പ്രയാസം നീല് തകർത്തത് അദ്ദേഹം കണ്ടതാണ്. നീല് ചേംബർലിന് വാക്കുകൊടുത്തതും ചേംബർലിൻ നീലിന് ആ മെഡിസിൻ കിങ് വാലിയുടെ പ്രധാനപ്പെട്ട ആ ടോക്കൺ കൈമാറി. ദ അഡ്വൈസർ മെഡിസിനൽ കിങ് വാലി എന്ന് എഴുതിയിരിക്കുന്ന ആ ടോക്കൺ ചേംബർലിൻ വളരെ ബഹുമാനപൂർവ്വം നീലിന് കൊടുക്കുകയാണ്. ആ ടോക്കണിന്റെ വാല്യൂ അത് എന്താണെന്ന് ശരിക്കും നീലിന് അറിയില്ല എന്നതാണ് സത്യം. നീൽ എന്തായാലും ബഹുമാനപൂർവ്വം അത് വാങ്ങി തന്റെ പോക്കറ്റിലോട്ട് സൂക്ഷിച്ചു വെച്ചു. നേരത്തെ ഡ്രാഗൺ സോളിന്റെ ചീഫ് ഇൻസ്ട്രക്ടറായ സമയത്ത് നീലിന് ലഭിച്ച സീലുകളും ഈ മുദ്രകളും ഇതുപോലെ പ്രാധാന്യമുള്ളതാണ്. നീൽ അത് പിന്നീട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ആകും അതെന്ന് വാങ്ങുമ്പോൾ നീലൊരു തോന്നലുണ്ട്. പക്ഷെ നീൽ അതിനെക്കുറിച്ച് ചോദിച്ചില്ലെന്ന് മാത്രം. നീലും ചേംബർലിനും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഗാർഡനിൽ യാനിമ പല കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ്. അത് കണ്ട നീല് പെട്ടെന്ന് ആ ഗാർഡനിലേക്ക് നടന്നു. നീല് നടന്നെത്തിയത് പ്രത്യേകം തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെറിയ പുല്ലുകൾ വളർന്നു നിൽപ്പുണ്ട്. നീല് ആ പുല്ലുകൾ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. ചേംബർലിൻ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീൻ എന്താ അത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. വളരെ സന്തോഷപൂർവ്വം ചേംബർലിൻ അത് പറഞ്ഞതും നീല് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ആ പുല്ലുകൾ പതുക്കെ പതുക്കെ അതിന്റെ റൂട്ടോടുകൂടി ഇളകി നീലിന്റെ കയ്യിലേക്ക് വന്നു തുടങ്ങി. ഒരു മാജിക് ഷോ കാണിക്കും പോലെ നീല് ആ പുല്ല് മുഴുവൻ പുഴുതെടുക്കുമ്പോൾ ഒന്നും പറയാനാകാതെ ചേംബർലിൻ അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എടുക്കുന്നതിനിടയിൽ നീല് ചേംബർലിനോട് ചോദിച്ചു, എനിക്ക് ആവശ്യമുള്ള ചില ചെടികളൊക്കെ എവിടെയുണ്ടോ? എനിക്കത് എടുക്കാനല്ലേ? പിന്നെന്താ, എനിക്ക് ആവശ്യമുള്ള എന്തും എടുത്തോളൂ. നീല് അതിവേഗം അവിടെ നിന്ന് നീലിന് ആവശ്യമുള്ള കുറെ ഹെർബ്സ് അങ്ങ് കളക്ട് ചെയ്തു. ശരിക്കും ആ ഗാർഡനിന്റെ അകത്തേക്ക് വലിയ വിശാലമായ ഗാർഡൻ ഉണ്ട്. അവിടേക്ക് കയറിയ നീല് ഈ മെഡിസിൻ കിങ് വാലിയെ മനസ്സുകൊണ്ട് നമിച്ചു പോവുകയാണ്. വൻതോതിലുള്ള കൾട്ടിവേഷനാണ് അകത്തുള്ളത്. ഈ രാജ്യത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വൻതോതിൽ ഹെർബ്സ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീലിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അമൂല്യങ്ങളായ സംഭവങ്ങളാണ്. നീല് ഇഷ്ടം പോലെ അവിടെ നിന്ന് കളക്ട് ചെയ്താൽ ഇപ്പൊ സ്റ്റോർ ചെയ്യാൻ നീല് സ്ഥലമുണ്ടല്ലോ, ആ സംസാര ഗ്രേവിയാണ്. അതുകൊണ്ട് തന്നെ നീല് കടന്നു പോകുന്നതനുസരിച്ച് സാധനങ്ങൾ അപ്രത്യക്ഷമാവുന്നല്ലാതെ അത് എങ്ങോട്ട് പോയെന്ന് ആർക്ക് കാണാൻ പറ്റില്ല. നീല് പുറത്തു വരുമ്പോ യാനിമ അമ്പരപ്പോടെ നീലിനെയും ചേംബർലിനെയും നോക്കുകയാണ്. അവർ വലിയ സൗഹൃദത്തിലാണ്. ഇതെപ്പോ എങ്ങനെ ചേംബർലിനെ നീല് കുപ്പിയിലാക്കി? ആ ചോദ്യം യാനിമയുടെ മനസ്സിലുണ്ട്. പക്ഷെ ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എന്തായാലും അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് തിരിച്ച് ടൗണിലേക്ക് മടങ്ങുകയാണ്. ടൗണിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ യാനിമ നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീൻ ഇത് എങ്ങനെയാ ഡോക്ടർ ചേംബർലിനെ കുപ്പിയിലാക്കിയത്? ഹേ യാനിമ, അത് വലിയ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. താനൊരു ആൽക്കമിസ്റ്റ് ആണെന്നുള്ള കാര്യം നീല് യാനിമയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ആൽക്കമിസ്ട്രിയുമായിട്ടുള്ള കാര്യങ്ങൾ സംഭാഷണത്തിൽ കടന്നു വരാതിരിക്കാൻ മനഃപൂർവ്വം നീല് ആ വിഷയം ഒഴിവാക്കിയതാണ്. അവരുടെ വാഹനം ലിറ്റിൽ മൂൺവില്ലേക്ക് മുന്നിലെത്തി. നീല് ആ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കടക്കുമ്പോൾ അകത്ത് വീട് അലങ്കോലമായി കിടക്കുകയാണ്. വീടിനകത്ത് സീയുമില്ല, സോനയുമില്ല. അവിടെ കിച്ചണിൽ മുട്ടയെടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. വേവിക്കാൻ തുടങ്ങിയപ്പോൾ അതവർ ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നീലിന്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറിയ നീല് ആ കാഴ്ച കണ്ടതും വീട് പൂട്ടി പുറത്തിറങ്ങി. ഈ സമയത്ത് നീല് വന്ന ബെൻലി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നീല് ഉടൻ തന്നെ യാനിമയെ വിളിച്ചു ചേർത്തി. അതിനിടയിൽ നീല് ഒന്നിന്റെ കോളുകൾ വിളിച്ചു. ആ കോളുകളിൽ നിന്ന് കിട്ടിയ മറുപടി അടിസ്ഥാനത്തിൽ നീല് യാനിമയുടെ വണ്ടിയിലേക്ക് കയറി. യാനിമ ഉടൻ തന്നെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് പോകണം. നീലിനെ കൊണ്ട് യാനിമ അതിവേഗം ആ ജിയാങ്മൺ സിറ്റിയിലെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ പുതിയ ഓഫീസ് ബിൽഡിംഗ് നേരെ അങ്ങനെ പായുകയാണ്. ഈ സമയത്ത് ഒരു വാർത്ത പതുക്കെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച ആളുകളിൽ 2 പേർ കൊല്ലപ്പെട്ടു. 26 ആളുകൾ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലാണ്. ആ വാർത്ത അറിഞ്ഞ നിമിഷത്തിൽ സോനയും സിയും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് പോയതാണ്. അവരവിടെ ശരിക്കും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം കൈകാര്യം ചെയ്യുകയാണ്. അവിടെ മുന്നിലായി അക്രമസക്തരായ ഒത്തിരി ആളുകൾ തടിച്ച് കൂടിയിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷനാണ് നീലിന് ആ വാഹനത്തിരിക്കുന്ന സമയത്ത് കിട്ടിയത്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാം. താങ്ക് യു.